ദൈവത്തെ ആരാധിക്കുന്ന പാവം ദൈവജനത്തിന് വിരോധമായി വെളിപ്പെട്ടു വന്ന ഈ അത് നോക്കണമേ, ശത്രുക്കളുടെ വലിയ സൈന്യം കണ്ട യഹോഷാഫാത്ത് ഭയപ്പെട്ടു പോയി. ഭയപ്പെട്ടു പോയ സമയം പുള്ളി എന്നാ ചെയ്തേ? യുദ്ധത്തിന് ആളെ കൂട്ടിയതല്ല പുള്ളി ചെയ്തത്. പുള്ളി നേരെ ചെന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കിയിട്ട് യഹോവയെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ടു. ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ആളെ കൂട്ടുകയല്ല ചെയ്യേണ്ടത്, മുഴങ്കാല് മടക്കി ദൈവപാദപീഠത്തിലിരിക്കണം. എൻ്റെ 3-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആമേൻ. യഹോഷാഫാത്ത് ഭയപ്പെട്ട യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദ്യർ ഒന്നിച്ചുകൂടി. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, വലിയൊരു സൈന്യം അല്ലെങ്കിൽ 2-3 രാജ്യങ്ങൾ ചേർന്ന് ആക്രമിക്കാൻ തക്കവണ്ണം യഹോഷാഫാത്തിൻ്റെയും യഹൂദന്മാരുടെയും നടുവിലേക്ക് അവർ കടന്നു വരുമ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുന്നു. ഇവരെന്നാ ചെയ്തു? ഇവർ യഹോവയോട് സഹായം ചോദിക്കാൻ ഉപവാസം പ്രസിദ്ധം ചെയ്ത് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നിച്ചുകൂടി. ഞാനും നിങ്ങളോട് പറയാം, നമുക്കും ഒരു സഹായം ഉണ്ടെങ്കിൽ അത് മനുഷ്യനല്ല, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയായ ദൈവം. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് ഈ ശബ്ദത്തിന് ആമേൻ പറയും? ആമേൻ. എനിക്കും നിങ്ങൾക്കും ഒരു സഹായമുണ്ടെങ്കിൽ അതെൻ്റെ ദൈവം മാത്രമാണ്, അതെൻ്റെ കർത്താവ് മാത്രമാണ്. അത് വിശ്വസിക്കുന്നവർ 2 കരങ്ങളെ മടിച്ച് ആ ദൈവത്തിനൊരു മഹത്വം കൊടുക്കട്ടെ. റീമാന ഷെഖേനിയ റീബൽ ഖമനഗഡഗ ഷൈഡ പ്രൗഢിബിരിഗഡഗ റീബൽ ഖമനഗഡഗ ശംദൽ ഖമനഗഡഗസെ. യേശുവിൻ്റെ നാമത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. റീബൽ ഖമനഗഡഗ ഷൈഡ പ്രൗഢിബിരിഗഡഗ റക്ഷസ് ഖമനഗഡഗസെ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ്. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു. ആമേൻ. ഈ വേദഭാഗത്തിനകത്ത് ഇങ്ങനെ പറയുവാണ്, ഈ ശത്രുക്കൾ നിമിത്തം ഇവർ ഭയപ്പെട്ടിട്ട് ഇവരെന്നാ ചെയ്തെന്നാ പറയുന്നത്? ഇവർ ചെയ്ത കാര്യം, ആമേൻ, ഇവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ സഹായം ചോദിക്കാൻ വന്നുകൂടുക. ഹല്ലേലൂയ. എന്ത് ചോദിക്കാൻ വന്നുകൂടി? നമുക്ക് വിരോധമായിട്ട് നാട്ടിൽ ആരെങ്കിലും പ്രിയപ്പെട്ടവർ വിരോധമായി വന്നാൽ ദൈവത്തോട് ചോദിക്കുമോ അതോ അപ്പുറം ഇപ്പുറം ഉള്ളവർ നമ്മൾ കൂട്ടിന് വിളിക്കുമോ? നമ്മൾ ദൈവത്തോട് ചോദിക്കണം, അതാണ് നല്ലത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നാട്ടിലെ പ്രിയപ്പെട്ടവരെ കൂട്ടിന് വിളിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, നാട്ടിലെ പ്രിയപ്പെട്ടവരെ കൂട്ടിന് വിളിക്കുകയല്ല. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മുഴങ്കാലും അടക്കാൻ തയ്യാറാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും അതിശക്തിയുമായി മറുപടി പറയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരം തന്നെ പ്രാർത്ഥിക്കുന്നവർക്ക്, തനിക്ക് വിരോധമായി നിൽക്കുന്നവർക്ക് ദൈവം അനുകൂലമാക്കി, അല്ലെങ്കിൽ തന്നെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം അനുകൂലമാക്കി മാറ്റുന്ന ഒരു ദൈവം. Hallelujah. Rimana Shekeri Amthenia. Come on. In the name of Jesus. ഞാൻ ഈ ഭാഗത്തിലേക്ക് ഒന്ന് കയറി വരട്ടെ. 1-2 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ഒന്ന്, ഇവർ ഉപവാസം പ്രസിദ്ധം ചെയ്തു അല്ലേ? എന്താ ഈ ഉപവാസം എന്ന് പറയുന്നത്? ഉപവാസം എന്ന് പറയുന്നത് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. ഉപവാസം എന്ന് പറയുന്ന വാക്ക് നമുക്കെല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഷ ഭക്ഷണം വെടിഞ്ഞിരിക്കുന്നത് മാത്രമല്ല, ദൈവത്തോടു കൂടെ ഇരിക്കുന്നതിന് ആണ് ഉപവാസം എന്ന് പറയുന്നത് അല്ലേ? ഉപവാസം എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തോട് കൂടെ വസിക്കുക, അതാണ് ഉപവാസം എന്ന് പറയുന്നത്. ഇന്ന് ഞാനും നിങ്ങളോട് പറയാം, ദൈവത്തോട് കൂടെ വസിക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിന്റെ വിഷയത്തിന് ദൈവം മറുപടി തന്നിരിക്കും. ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ വസിക്കുന്ന ഒരു അനുഭവം നിനക്കുണ്ടെങ്കിൽ നിന്റെ വിഷയത്തിന് ദൈവം പ്രതികരിക്കുക, നിന്റെ വിഷയത്തിന് വേണ്ടി ദൈവം മറുപടി നൽകുക, നിന്റെ വിഷയത്തോട് ദൈവം അനുകൂലമാകുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാ, തള്ളിക്കളയുന്ന ദൈവമല്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടി മറുപടി പറയുന്ന ഒരു ദൈവത്തെയാ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അത് വിശ്വസിക്കുന്നവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വിരോധമായി നിൽക്കുന്നവരുടെ ഇടയിൽ ദൈവം വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുക. Come on. റീബല ഷെഖേനിയ റീബൽ പ്രൗഢിബിരിഗഡഗ അത്യുന രക്ഷസ്കമനഗഡഗസെ. യേശുവിന്റെ നാമത്താൽ ജയമെടുക്കുകയാ. ഡഗബല ശമന റിഗദന ജലഗഡഗ റഗൽ ഖമനഗഡഗ ശംദൽ ഖമനഗഡഗസെ അത്യുന രക്ഷസ്കമനഗഡഗ ഷൈഡ പ്രൗഢിബിരിഗഡഗ റഗൽ ഖമനഗഡഗസെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗത്തിലോട്ടൊന്ന് കടന്നു വരട്ടെ.
പുസ്തകം പിന്നെയും പറയുന്നു, ഈ അധ്യായം വായിക്കുമെന്ന് കാണാൻ കഴിയും. ഇവരാ മൂന്ന് ശക്തികൾ വിരോധമായി വരുമ്പോൾ ഒന്ന് ബൈബിൾ പറയുന്നവർ ദൈവമുഖത്തേക്ക് നോക്കി. അപ്പോൾ കർത്താവ് ഇവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കണ്ട. പിന്നെന്താ? യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം എൻ്റേതാണ്. ഹല്ലേലൂയ അല്ലേ? ഒന്നുകൂടെ ഞാൻ ആ വാക്യം ആവർത്തിക്കുകയാണ്. ഇവർ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ടാ, യുദ്ധം നിൻ്റേതല്ല, യുദ്ധം എൻ്റേതാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന പല യുദ്ധങ്ങളും തോൽക്കുന്നതിൻ്റെ കാര്യം യുദ്ധം നിങ്ങൾ ഏറ്റെടുത്തോണ്ടാ. നിങ്ങളുടെ യുദ്ധങ്ങൾ ദൈവത്തിന് വിട്ടുകൊടാ. ദൈവം യുദ്ധം ഏറ്റെടുത്താൽ ഈ സീസണിൽ എവിടേക്കോ നിങ്ങൾ ജയം പ്രാപിക്കാൻ പോകുകയാ. നിങ്ങൾ ജയാളികളാകാൻ പോകുകയാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കെമോൺ, ഇന്ന് പകലിൽ നീ തോൽക്കാനുള്ളവനല്ല, നീ തോറ്റു പോകേണ്ടവനല്ല. ഈ സീസണിൽ നിനക്കൊരു ജയം എൻ്റെ ദൈവം വച്ചിട്ടുണ്ട്. യുദ്ധം യഹോവ ചെയ്യട്ടെ, യുദ്ധം ദൈവം ചെയ്യട്ടെ. യെസ്, നിനക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന പൈശാചിക ആധിപത്യങ്ങളോട് യുദ്ധം യഹോവ ചെയ്യാൻ പോവുകയാ. നിനക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന എല്ലാ ദുഷ്ട പൈശാചിക ആധിപത്യങ്ങളോട് യുദ്ധം യഹോവ. നിന്റെ രോഗത്തോട് യുദ്ധം യഹോവ ചെയ്യട്ടെ. നിന്റെ പ്രശ്നങ്ങളോട് യുദ്ധം യഹോവ ചെയ്യട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകലിലെ മഹത്വം വെളിപ്പെടട്ടെ. കുടുംബങ്ങൾക്കകത്ത് പരിശുദ്ധാത്മ പറയുന്നു, യുദ്ധം യഹോവ ചെയ്യാൻ പോവുകയാ, യുദ്ധം യഹോവ ചെയ്യാൻ പോവുകയാ, യുദ്ധം യഹോവ ചെയ്യാൻ പോവുകയാ. ഇനി നിന്റെ കുടുംബത്തിനകത്ത് തോൽവിയല്ല, ഇനി നിന്റെ കുടുംബത്തിനകത്ത് തോൽവിയല്ല. തോറ്റുപോയ ഇടങ്ങളിൽ പരിശുദ്ധാത്മ പറയുന്നു, യുദ്ധം യഹോവ ചെയ്യാൻ പോവുകയാ. യുദ്ധം യഹോവ ചെയ്യും, യുദ്ധം യഹോവ ചെയ്യും. യുദ്ധം യഹോവ ചെയ്യും, യുദ്ധം യഹോവ ചെയ്യും, യുദ്ധം യഹോവ ചെയ്യും. യുദ്ധം യഹോവ ചെയ്യും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തിയിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ കർത്താവ് എന്നോട് പറയുക, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലയിടത്തും അവൻ പരാജയം അനുഭവിച്ച് നിൽക്കുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? നമ്മളെല്ലാം നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. ഇന്ന് നമ്മളുടെ നിയന്ത്രണങ്ങളെല്ലാം നമ്മളുടെ ചേർന്ന് കൊടുക്കാമോ? വേണില്ല. ഹല്ലേലൂയ. നമ്മളുടെ നിയന്ത്രണങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏറ്റെടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ കരത്തിലേക്ക് കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ആ സബ്ജക്റ്റ് കർത്താവ് ഏറ്റെടുത്താൽ ഒരിടത്തും തോറ്റുപോകത്തില്ല. നിങ്ങൾ ഈ ഉൽപ്പത്തി മുതൽ ഈ പുസ്തകം മുഴുവനും വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, യഹോവ ചെയ്ത ഒരു യുദ്ധവും ഒരിടത്തും തോറ്റിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞ? ദൈവം ചെയ്ത ഒരു യുദ്ധവും ഒരിടത്തും എന്ത് ചെയ്തിട്ടില്ല? തോറ്റിട്ടില്ല. അതുകൊണ്ട് കർത്താവ് പറയാ, നിന്റേതല്ല യഹോഷാഫാത്ത്, യുദ്ധം എന്റേതാ. ഇന്ന് നിന്റെ ജീവിതത്തിന്റെ ചില സബ്ജക്റ്റുകൾ അത് കണ്ട് നീ ഭാരപ്പെടുമ്പോൾ ദൈവമുഖം അന്വേഷിക്കാൻ നീ റെഡിയാണെങ്കിൽ കർത്താവ് ഇങ്ങോട്ട് പറയുക, യുദ്ധം നീ ചെയ്യണ്ട, യുദ്ധം ഞാൻ ചെയ്യാം. യുദ്ധം നീ ചെയ്യണ്ട, യുദ്ധം ഞാൻ ചെയ്യാം. Come on. വിശ്വസിക്കുന്നവരോട് ദൈവാത്മാവ് ഇന്ന് പകലിൽ അതിശക്തമായി ഇടപെടുന്നു. യുദ്ധം നീ ചെയ്യണ്ട, യുദ്ധം യഹോവയ്ക്കുള്ളത്. വചനം പറയുന്നു, യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം യഹോവയ്ക്കുള്ളത്. അല്ലേ? ഇപ്പൊ കർത്താവ് പറയുക, നിങ്ങൾ ആരും യുദ്ധം ചെയ്യണ്ട, ഞാൻ യുദ്ധം ചെയ്യാം എന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞപ്പോൾ നമുക്ക് എന്നാ ജോലി? ചുമ്മാതിരിക്കണം. ഹല്ലേലൂയ. ചിലർ വിചാരിക്കും ഈ ദൈവം യുദ്ധം ചെയ്തോളും, ഞാൻ മിണ്ടാതിരുന്നാൽ മതി. ഒരു സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. ഈ വാക്യം മുറുകെ പിടിച്ചുകൊണ്ടൊന്നും ഇരിക്കരുത് കേട്ടോ. വാ കൂട്ടി മിണ്ടാതിരിക്കുന്ന കാര്യമല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആവശ്യമില്ലാത്തത് ചെയ്യണ്ട. ദൈവസന്നിധിയിൽ ഇരുന്ന ആൾ കർത്താവ് ചെയ്യാനുള്ളത് കർത്താവ് ചെയ്യുമെന്നോ? ഹല്ലേലൂയ.
നമ്മളൊക്കെ ഇതിനെയും കോട്ടി പിടിച്ചിട്ട് പറയും ഇനിയൊന്നും വേണ്ട, ഇനി പ്രാർത്ഥിക്കാനും വയ്യ, പാടാനും വയ്യ, ഞാൻ എവിടെയെങ്കിലും അങ്ങ് ഒതുങ്ങുക. എന്നാൽ തമ്പുരാൻ യുദ്ധമൊന്നും ചെയ്യത്തില്ല. നിങ്ങളൊന്നും ചെയ്യണ്ടെന്ന് ഹല്ലേലൂയ പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. അത് നിങ്ങൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ യുദ്ധം പാളയത്തിൽ നടക്കും. നിനക്ക് വിരോധമായി കൂട്ടം കൂടുന്ന പല ശക്തികളും പാളയത്തിൽ ഉണ്ടായേക്കാം, ചുറ്റുപാടുകളിൽ ഉണ്ടായേക്കാം. പക്ഷെ സ്വർഗം പറയുന്നു യെസ്, യുദ്ധം യഹോവ ചെയ്യാൻ തീരുമാനിച്ചാൽ നീ കണക്ക് കൂട്ടിക്കോ, ജയം നിന്റെ പക്ഷത്ത്. നിന്റെ കൂടെ ആൾബലമില്ലായിരിക്കാം, നിന്റെ കൂടെ ശക്തിയില്ലായിരിക്കാം, നിനക്ക് സൈന്യമില്ലാതിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, യഹോവ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചാൽ ജയം നിന്റേത്. യേശുവിന്റെ നാമത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാ. ഇന്ന് പകലിലും ഈ ശനിയാഴ്ചയിൽ ദൈവാത്മാവ് ആരുടെക്കോ സംസാരിക്കുന്നു. ചില സ്പീഡുകൾക്കകത്ത് ചില യുദ്ധങ്ങൾ പിശാച് കൊണ്ടിട്ടിരിക്കുമ്പോൾ യുദ്ധം യഹോവ ഏറ്റെടുക്കാൻ പോവുകയാണ്. യുദ്ധം യഹോവ ഏറ്റെടുക്കാൻ പോവുകയാണ്. യുദ്ധം യഹോവ ഏറ്റെടുക്കാൻ പോവുകയാണ്. നീ ചെയ്ത യുദ്ധങ്ങൾ പലപ്പോഴും തോൽവി സമ്മതിച്ച് തോറ്റുപോകുമ്പോൾ സ്വർഗം പറയുന്നു ഇല്ല, ഈ 2025 നീ തോറ്റു പോകാനല്ല, നീ ജയാളിയാകാൻ, നീ ജയാളിയാകാൻ, നീ ജയാളിയാകാൻ സ്വർഗം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പൊ യുദ്ധം നിന്റേതല്ല, യുദ്ധം യഹോവയ്ക്കുള്ളത്. ധൈര്യത്തിന്റെ ഒരു വാക്ക് യഹോവ കൊടുത്തു കഴിഞ്ഞു. പലപ്പോഴും നമ്മൾ ദൈവം പറയുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ ഞാൻ പറയട്ടെ, നിന്റെ ഭയം മാറാൻ പോവാ. പലപ്പോഴും നമ്മൾ ഭയക്കുന്നതിൻ്റെ കാരണം ശത്രുക്കളുടെ എണ്ണം കണ്ടിട്ടാ. എന്നാൽ നീ പ്രാർത്ഥിക്കുന്നൊരു ദൈവവൈതലാണെങ്കിൽ ശത്രുക്കളുടെ എണ്ണം മാത്രം കേൾക്കാതെ ദൈവശബ്ദം കൂടെ കേൾക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ ഭയത്തെ മാറ്റുന്ന, ധൈര്യം നൽകുന്ന ഒരു ശബ്ദം ഉയരത്തിൽ നിന്ന് നിനക്ക് ദൈവം തരും. അതത്രേ യുദ്ധം നിന്റേതല്ല, യുദ്ധം യഹോവയ്ക്കുള്ളത്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി വിഷയങ്ങൾ, വലിയ വിഷയങ്ങൾ, വലിയ സബ്ജക്റ്റുകളൊക്കെ നമുക്ക് വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥിക്കുമ്പോൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കും. ആമേൻ. വിഷയം പറഞ്ഞു പ്രാർത്ഥിക്കും. പല രീതികളിൽ പല സന്ദർഭങ്ങൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റും. ഓക്കെയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ സമയം കണ്ടെത്തുക. ചിലപ്പോൾ 15 മിനിറ്റ്, ചിലപ്പോൾ 20 മിനിറ്റ്, ചിലപ്പോൾ 5 മിനിറ്റ്, ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തുമായിരിക്കും. ഈ സമയം അത്രയും നമ്മൾ വാതോരാതെ ദൈവത്തോട് ഒന്നല്ല, ചിലപ്പോൾ പലതവണ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വായി തുറന്ന് നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുന്നതല്ലേ? അത് തന്നെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ നമ്മൾ ചിലത് ദൈവത്തോട് ചോദിക്കുകയാണ്. കർത്താവേ, നീ എനിക്കത് തരണേ, നീ എനിക്കത് തരുമോ, നീ എനിക്ക് വേണ്ടത് ചെയ്യുമോ? ഇതല്ലേ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് ദൈവത്തിന്റെ ഉത്തരം കേൾക്കാൻ വാപൂട്ടി കാതു തുറന്നിരിക്കുന്ന എത്ര പേര് ഈ ശബ്ദം കേൾക്കുന്നുണ്ട്? ഞാൻ നിങ്ങളോട് ചോദ്യം ദൈവത്തോട് ചോദിക്കാൻ നമ്മളൊക്കെ മിടുക്കരാ. പക്ഷെ ഉത്തരം കേൾക്കാൻ ആരും ഇരിക്കുന്നില്ല. ഇന്ന് പകൽക്കാല വലിയ പ്രശ്നങ്ങൾ, വലിയ ചോദ്യങ്ങൾ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥനയിൽ അപേക്ഷിക്കുമ്പോൾ കർത്താവ് നിന്നോട് പറയുന്നു, ആമേൻ, എന്റെ ഉത്തരം കൂടെ നീ കേൾക്കാൻ ഇടയായാൽ നിന്റെ ഭയം മാറാൻ പോവുക, നിന്റെ വേദന മാറാൻ പോവുക, നിന്റെ പ്രയാസം മാറാൻ പോവുക. പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ഇതിനകത്ത് സംസാരിക്കുന്നു. ദൈവം നിന്നോട് സംസാരിക്കാനുള്ളത് കേൾക്കാൻ ഈ സമയം നീ വെയിറ്റ് ചെയ്യണം. നീ 20 മിനിറ്റ് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ദൈവത്തിന് നിന്നോട് പറയാനുള്ളത് കേൾക്കാൻ നീ കാതോർക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നൊരു കാര്യമാണ് അത്. ദൈവത്തിന്റെ മറുപടി കേൾക്കേണ്ടത് നമുക്ക്. ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കണ്ടേ? കേട്ടാലല്ലേ ദൈവം എന്താ പറയുന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ പറയാനുള്ളതെല്ലാം അങ്ങ് പറയും. ദൈവസന്നിധിയിൽ പറയാനുള്ളതെല്ലാം അങ്ങ് പറയും. പറഞ്ഞേച്ച് ആമയും പറഞ്ഞിട്ട് പിന്നെ നമ്മളെ വഴിക്ക് പോകും. അപ്പോൾ ദൈവം ചിന്തിക്കുക, എടാ ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ നീ വെയിറ്റ് ചെയ്യുക, ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ നീ ഇരിക്കുക. അത്ര കൂടെ നീ ഇരുന്നാൽ വലിയ വിഷയങ്ങൾക്ക് ഒരു വാക്കുമതി നീ സമാധാനം പ്രാപിക്കാൻ. വലിയ പ്രശ്നങ്ങൾക്ക് ഒരു വാക്കുമതി നീ സൗഖ്യം അനുഭവിക്കാൻ. വലിയ പ്രശ്നങ്ങൾക്ക് ഒരു വാക്കുമതി
നീ വിടുതൽ അനുഭവിക്കാൻ. എത്ര പേരുണ്ട് ഇന്ന് പകൽക്കാലം ദൈവ ശബ്ദത്തിന് കാതു കൊടുക്കുന്നവരോട് ഞാൻ പറയാം, നിനക്ക് മറുപടി സ്വർഗം തരും. നിനക്കുള്ള മറുപടി സ്വർഗം തരും. വാവ്, ഹല്ലേലൂയ. റിഗലബ ശാന്തൽ കമനഗടക ഷൈഡ പ്രൗഢിബിരിഗടക രക്ഷസ് കമനഗടകസെ യേശുവിന്റെ നാമത്താൽ ജയ. ഹല്ലേലൂയ. നിനക്കുള്ള മറുപടി സ്വർഗം തരും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഗ്ലോറി ടു ജീസസ്. നിനക്കുള്ള മറുപടി ദൈവം അയക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാ, അപ്പൊ ഈ പ്രിയപ്പെട്ടവരാ യഹോശാഫാത്തും കൂട്ടരും ദൈവമുഖത്തേക്ക് നോക്കി ഉപവാസം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞ മറുപടി എന്നതാ? യുദ്ധം യഹോവയ്ക്കുള്ളത്, യുദ്ധം നിങ്ങളുടേതല്ല. ആമേൻ. ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിക്കാത്ത പല വിഷയങ്ങളും പ്രതികൂലമായി വെളിപ്പെടുമ്പോൾ പറയാൻ പറ്റുമോ? ആമേൻ, ദൈവം എനിക്കും ആ മറുപടി തരുന്നുവെന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവും ചിലത് ഏറ്റെടുക്കാൻ പോവുക. കൊടുക്കുന്ന കാമേൻ വഴിപാടിൻ്റെ ബലത്തിലല്ല ദൈവം ഏറ്റെടുക്കാൻ പോകുന്നത്. പിന്നെ നീ ദൈവത്തോട് കൂടെ ഇരിക്കാൻ തീരുമാനിച്ചത് കൊണ്ട്, ഉപവാസത്തോടെ ഇരിക്കാൻ തീരുമാനിക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ തീരുമാനിക്കുന്നത് കൊണ്ട് ചിലതൊക്കെ ദൈവം ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ആരും സഹായമില്ലാത്ത ചിലർക്ക് വേണ്ടി കർത്താവ് പറയുന്നു, നിന്റെ സബ്ജക്റ്റ് ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാ. കുടുംബക്കാരും കൂടപ്പിറപ്പുകൾ സഹായിപ്പാൻ ഇല്ലാത്ത ചില സബ്ജക്റ്റുകളെ നോക്കി സ്വർഗം വിളിച്ചു പറയുന്നു, നിന്റെ വിഷയം ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാ. എത്ര പേരത് വിശ്വസിക്കുന്നു? ഈ 2025 ഫെബ്രുവരി മാസത്തിൽ നിന്റെ സബ്ജക്റ്റ് യഹോവ ഏറ്റെടുക്കാൻ പോവുകയാ. നിന്റെ സബ്ജക്റ്റ് കർത്താവ് ഏറ്റെടുക്കാൻ പോവുകയാ. നിന്റെ വിഷയം കർത്താവ് ഏറ്റെടുക്കാം. ഓ ലബബബബ ശദൽ കമനഗടക ശാന്തൽ കമനഗടക വൈഷസ് പ്രൗഢിബിരിഗടക റഗൽ കമനഗടകസെ. ഹല്ലേലൂയ. റീമാന ശംദൽ കമന വൈഡൽ പ്രൗഢിബിരിഗടക രക്ഷസ് കമനഗടകസെ. ഹല്ലേലൂയ. ദൈവം ചില കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ദൈവമക്കൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. ചില കാര്യങ്ങൾ ദൈവം ഏറ്റെടുക്കാൻ റെഡിയാണ്. പക്ഷേ ദൈവം ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഞാൻ ഈ അധ്യായം പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, അതിൽ 22 ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്കും വിരോധമായി വന്ന സമോന്യരുടെയും മോവാബ്യരുടെയും സേയിർ പർവ്വതക്കാരുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ബൈബിൾ ഇങ്ങനെ വായിച്ചു, അവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ. ശ്രദ്ധിച്ചേക്കണം, ആ പദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് പകൽ ചില വിടുതലുകൾ നടക്കേണ്ടത് ഈ പദം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം വലിയവനാണ്, ഇന്നും വലിയവനാണ്, അന്നും വലിയവനാണ്, നാളെയും ദൈവം വലിയവനായി തന്നെ ഇരിക്കുക. പക്ഷെ നിനക്കത് പ്രയോജനപ്പെടണമെങ്കിൽ ഈ വാക്ക് വളരെ ശ്രദ്ധിക്കണം. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല, ദൈവത്തിന് അറിയാഞ്ഞിട്ടുമല്ല, അവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ. വാ, ഇതെപ്പോൾ തുടങ്ങുമോ അപ്പോൾ യുദ്ധത്തിൻ്റെ രീതി മാറും. പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെ സംസാരിക്കും, ഇതെപ്പോൾ തുടങ്ങുമോ യുദ്ധത്തിൻ്റെ കൺട്രോൾ മാറും. അതെപ്പോൾ സ്റ്റാർട്ടാകുമോ യുദ്ധം ദൈവം ഏറ്റെടുക്കും. അത് എപ്പോൾ തുടങ്ങുമോ ചിലത് കർത്താവ് തീരുമാനിക്കാൻ പോവുക. ഇന്ന് പകൽ നീ ജയിക്കണോ വേണ്ടേ എന്നത് നീ പാടി പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ സ്വർഗം തീരുമാനിക്കും. വിശ്വസിക്കുന്നവർ 2 കരങ്ങളെ മടിച്ച് ആ ദൈവത്തിന് നന്ദി പറയട്ടെ. യേശുവേ, നിന്റെ മകത്വം ഇന്ന് പകൽ ചലിക്കട്ടെ. Holy Spirit. Wow. Lamana Shamthana Rigal Kamana Vaidam Janadhara Managadaga. Hallelujah. അല്ലേ ബൈബിൾ പറയുന്നു, അവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ. എനിക്ക് ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ വാക്യം ഇങ്ങനെ വായിക്കുമ്പോൾ എന്തുകൊണ്ട് അതിന് മുൻപ് കർത്താവ് ചെയ്തില്ല? ഇപ്പോൾ അത് ചെയ്യാൻ അറിയാവുന്ന കർത്താവിന് ഇവർ വന്നപ്പോഴേ അത് ചെയ്യാമായിരുന്നല്ലോ. ചെയ്തൂടെ? ഹല്ലേലൂയ. ഇപ്പോൾ ഇത് ചെയ്യാൻ കഴിവുള്ള ദൈവത്തിന് എന്തേ നേരത്തെ ചെയ്യാൻ കഴിഞ്ഞില്ല? അതൊരു ചോദ്യമാണ്. ആമേൻ.
നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അത്ഭുതം ചെയ്യാൻ അറിയാവുന്ന ദൈവത്തിന് എന്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച അത്ഭുതം ചെയ്യാൻ പറ്റിയില്ല? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ 2025 നിങ്ങൾക്ക് വേണ്ടി ഡെലിവറൻസ് അയക്കാൻ ദൈവത്തിന് അറിയാമായിരുന്നു, കഴിവുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് 2024 അയച്ചില്ല? അതിന്റെ മറുപടി ഞാൻ നിങ്ങളോട് പറയുന്നേ, അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോ ദൈവം മറുപടികൾ അയക്കാൻ തുടങ്ങി. ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനയും നിന്റെ പാട്ടും എപ്പോൾ തുടങ്ങുമോ അപ്പോൾ ചില ദൈവ പ്രവർത്തികൾ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുമോ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പകലിൽ ചില ദൈവ പ്രവർത്തികളെ സ്വർഗം വെളിപ്പെടുത്താൻ പോകുക. യേശുവിന്റെ നാമത്താൽ ജയം. ഇന്ന് പകലിൽ ദൈവത്തിന് കഴിയാഞ്ഞിട്ടല്ല, ദൈവത്തിന് അറിയാഞ്ഞിട്ടല്ല. പരിശുദ്ധാത്മാ പറയുന്നു, നീ പാടി സ്തുതിച്ച് തുടങ്ങുമ്പോ ചില വിഷയങ്ങൾ ദൈവം ഏറ്റെടുക്കാൻ നീ പ്രാർത്ഥിച്ച് പാടി സ്തുതിക്കുമ്പോൾ അല്ലേ, കർത്താവ് ഇത്രയും കാലം അത് ചെയ്യാത്തതിന്റെ കാര്യം പാട്ടും പ്രാർത്ഥനയും കണ്ടില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കാം, നമ്മൾ എത്ര പേര് പാടി പ്രാർത്ഥിക്കുന്നുണ്ട്? ഈ ചർച്ചയിൽ വരുമ്പോഴല്ല, ഉപവാസ പ്രാർത്ഥന കൂടുമ്പോഴല്ല, ചർച്ച ആരാധനയ്ക്ക് വരുമ്പോഴല്ല, വീട്ടിലിരുന്ന് പാടി പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നവരുണ്ടോ? യെസ്, ഉള്ളവർക്കായി സ്തോത്രം. അതില്ലെന്നുണ്ടെങ്കിൽ ശത്രു കയറിക്കൊണ്ടിരിക്കും. ഇതെപ്പോൾ തുടങ്ങുമോ അന്ന് ശത്രു പിൻവാങ്ങാൻ തുടങ്ങും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, പലപ്പോഴും പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാത്തതിൻ്റെ കാരണം പാടി പ്രാർത്ഥിക്കാൻ കഴിയാത്തത് കൊണ്ട്, ആരാധിക്കാൻ കഴിയാത്തത് കൊണ്ട്, സ്തുതിക്കാൻ കഴിയാത്തത് കൊണ്ട് പലപ്പോഴും ശത്രുവിൻ്റെ മേൽ ജയമെടുക്കുമ്പോൾ സ്വർഗം പറയുന്നു, എപ്പോഴാണോ അവർ പാടി പ്രാർത്ഥിച്ച് തുടങ്ങിയത് അപ്പോൾ ശത്രുക്കൾ പിൻവാങ്ങി അല്ലെങ്കിൽ തോറ്റുപോകാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് പകലിൽ ഒരു ജയം നിനക്ക് വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്വർഗം പറയുന്നു, പാടി പ്രാർത്ഥിച്ചപ്പോൾ അമേൽ ശത്രുക്കൾ തോറ്റുപോയി. ഓ ഹല്ലേലൂയ. അപ്പൊ ചിലർക്ക് ഒരു സംശയം, ഈ പാട്ടിനും പ്രാർത്ഥനയ്ക്കൊക്കെ ഇത്രയും വലിയ പവറുണ്ടോ? ഉണ്ടെന്ന് ആൻറ്റി പറയുന്നു, ചിലർ പറയുന്നു ഉണ്ട്. ചിലർക്കൊരു സംശയമാണ്, പാട്ടിനും പ്രാർത്ഥനയ്ക്കും വല്ല ശക്തി ഉണ്ടോ? ഹല്ലേലൂയ. ചിലർ പറയും, എനിക്ക് രാഗമില്ല, എനിക്ക് താളമില്ല, ഞാൻ പാടിയാൽ പശുവല്ലേ ഓടത്തുള്ളൂ. ഞാൻ സത്യം നിങ്ങളോട് പറയാം, പശുവല്ല ഓടുന്നത്, അടുത്ത് കിടക്കുന്ന സാത്താന്മാരോടും. ഹല്ലേലൂയ. അല്ല, ചിലരൊക്കെ തമാശ രൂപേണ പറയും, ഞാൻ പാടുവാണെങ്കിൽ പശു കയറും പൊട്ടിച്ചുകൊണ്ട് പോകും. ഈ കയർ പൊട്ടിക്കുന്നത് പശുവല്ല, സാത്താൻ ഓടുക. ഹല്ലേലൂയ. അത് ബൈബിളിൽ വെച്ച് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ശ്രദ്ധിച്ചേക്കണം. അതുകൊണ്ടാണ് ചിലർ പാടാത്ത. ഞാൻ പറയാം, രാഗമൊന്നും വേണമെന്നില്ല. ആമേൻ. എനിക്ക് എൻ്റെ അമ്മച്ചി ഇപ്പോഴും ഓർമ്മയുണ്ട്. അമ്മച്ചി ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. അമ്മച്ചി ഒരു പാട്ട് പുസ്തകം കിട്ടിയാൽ തുടക്കം മുതൽ അവസാനത്തെ പേജ് വരെ പാടും. രാഗവും വേണ്ട, താളവും വേണ്ട, അമ്മച്ചിക്ക് പാട്ട് മതി. അതുകൊണ്ട് എൻ്റെ അമ്മച്ചി ഇപ്പോഴും ജീവിക്കുന്നു. ഹല്ലേലൂയ. വീട്ടിൽ എൻ്റെ കുടുംബ വീട്ടിൽ വരുന്നവരൊക്കെ കാണും എൻ്റെ അമ്മച്ചിയെ. കണ്ടിട്ടുണ്ടല്ലോ, വന്നവരൊക്കെ കണ്ടിട്ടുണ്ടാകും. ഹല്ലേലൂയ. പാട്ട് പുസ്തകം അമ്മച്ചിയുടെ കൈ കിട്ടി, അമ്മച്ചി കണ്ണാടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് പാട്ടെന്നൊന്നും ചോദിക്കരുത്, അമ്മച്ചി തുടക്കം മുതൽ ഒടുക്കം വരെ പാടും. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് അമ്മച്ചിയുടെ ആയുസിന് ദൈവം നീട്ടിയിട്ടേക്കുക. ഗ്ലോറി ടു ജീസസ്. അതൊരു ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ. സത്യം, അന്നൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾ കേൾക്കുമ്പോൾ അമ്മച്ചിയുടെ നമ്മൾ മനസ്സിൽ ചിന്തിക്കും, രാഗം എന്ന് പറയുന്നത് അമ്മച്ചി എന്ത് പാട്ടാണ് പാടുന്നത്. പക്ഷെ പാടിയതിൻ്റെ ഗുണമായി 2025 അമ്മച്ചി നിൽക്കുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക, വാർദ്ധക്യം ഒത്തിരി രോഗഭാരത്താൽ വീട്ടിലാണ്. ആമേൻ. രോഗങ്ങളും ബലഹീനതകളുണ്ട്. അമ്മച്ചിക്ക് ബലം കൊടുക്കാൻ ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. രാഗവും താളവും ഒന്നും നിങ്ങൾ നോക്കരുത്. നിങ്ങളുടെ വീട്ടിനകത്തിരുന്ന് പാടുമ്പോൾ, മൈക്കേ കൂടെ പാടുമ്പോൾ ചിലപ്പോൾ അതൊക്കെ നോക്കേണ്ടി വരുമായിരിക്കും, പോട്ടെ. പക്ഷെ വീട്ടിൽ ഇരുന്ന് ആരാധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ രാഗവും താളവും ഉണ്ടോ, രാഗമുണ്ടോ, അപ്പുറത്തവർ എന്നെ ഒന്നും നോക്കരുത്. അപ്പുറത്തും പറഞ്ഞാലും ശരി, പറഞ്ഞില്ലും ശരി, നീ പാടേണ്ടത് നീ പാടണം, നീ പ്രാർത്ഥിക്കേണ്ടത് നീ പ്രാർത്ഥിക്കണം. നിന്റെ ഹല്ലേലൂയ അടുത്തവൻ കേട്ടാൽ അവൻ പരാതി പറയുന്നെങ്കിൽ പറയട്ടെ, സാത്താൻ ഓടണം. നിനക്ക് ജയിക്കണ്ടേ? ഇന്ന് പകലിൽ പരിശുദ്ധാത്മാ പറയുന്നു, നീ ജയിച്ചേ പറ്റോ. നീ പാടിയുന്നു, നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിനക്കൊരു ജയമുണ്ട്.
ആമേൻ. ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പം നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ നമ്മൾ ചെയ്താൽ നിന്റെ പാട്ടിനും പ്രാർത്ഥനയ്ക്കും ശക്തി ഉണ്ടെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ എനിക്ക് പാസ്റ്ററെ പോലെ പ്രാർത്ഥിക്കാൻ അറിയില്ലല്ലോ. എന്നെ പോലെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലായിരിക്കുക, പക്ഷെ നിന്റെ പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ട്. എന്നെ പോലെ നിങ്ങൾ പാടാൻ അറിയില്ല, എനിക്ക് പാട്ടേ അറിയത്തില്ല. എന്നെ പോലെ നിങ്ങൾക്ക് പാടാൻ അറിയില്ലായിരിക്കാം, പക്ഷെ എൻ്റെ പാട്ടിനേക്കാൾ നിങ്ങളുടെ പാട്ടിന് പവർ വരാൻ പോവുക. ദൈവം നോക്കുന്നത് പാട്ടിന്റെ ശബ്ദമല്ല, പാട്ടിന്റെ രാഗമല്ല, താളമല്ല. നീ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോന്ന്, നീ പാട്ടിന്റെ വരികളിൽ ദൈവത്തെ പുകഴ്ത്തുന്നുണ്ടോന്ന്, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ടോന്ന്. ഇങ്ങനെ പാടാനും പ്രാർത്ഥിക്കാനും സ്തുതിക്കാനും റെഡിയാണെങ്കിൽ പ്രവർത്തിക്കുന്നത് ദൈവമാ. റജി പാസ്റ്റർ അല്ല, ഈ ലോകത്തിലെ അഭിഷിക്തന്മാരല്ല. നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ എന്റെ ദൈവം ശക്തനെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ അടിച്ച് വൈഡം ജനാധരാമന ഘടക അത്യുന രക്ഷസ്കമന ഘടക ഷൈഡ പ്രൗഢി വിരി ഘടകസേ യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് പാട്ടിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ ശക്തിയുണ്ടെന്നും അമ്മ പറയുന്നത് ചുമ്മാതൊന്നുമല്ല. ഇവിടെ ഒരു സഹോദരിയുണ്ട്, ഇവിടെ ഒരു മാതാവുണ്ട്. എനിക്ക് തോന്നുന്നു 4-5 വർഷം വരും. ആമേൻ. നേറ്റിങ്ങിൻ്റെ ഭാഗത്തുള്ള നമ്മുടെ സിസ്റ്ററുണ്ട്, ഇവിടെ ഉണ്ട്. ആമേൻ. ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ ഫോണെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ചില പൈശാചികമായ പോരാട്ടങ്ങളാൽ പിടിപ്പെട്ടിരിക്കുന്നു. ഞാൻ ആ സഹോദരിക്ക് വേണ്ടി ഫോണെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലായി ചില കെട്ടുകൾ ആ ശരീരത്തെ കെട്ടിയിരിക്കുന്നു. ആമേൻ. ഈ കെട്ടിനാൽ കെട്ടപ്പെട്ട് നീ ചെന്ന് പ്രാർത്ഥിച്ചാലേ വിടുതൽ ലഭിക്കത്തുള്ളൂ എന്ന് സഹോദരിക്കും അറിയാം. ഞാനും ചെന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ചെല്ലുമ്പോൾ ആ മാതാവ് വീട്ടിലുണ്ട്. ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ സഹോദരിയുടെ ശരീരത്തിൽ നില കെട്ടുകൾ പൊട്ടി. ഇന്നൊന്നല്ല, ഒരു 4-5 വർഷം വരും. ആമേൻ എന്ന് തോന്നുന്നു. ഓക്കെ, വരുമായിരിക്കും. അപ്പോൾ ആ കെട്ട് ഞാനിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഞാൻ പിശാചിനോട് ഇങ്ങനെ വെളിപ്പെട്ട് വന്നിട്ട് പറഞ്ഞു, സമ്മതിക്കത്തില്ല, ഇവർ പ്രാർത്ഥിക്കണ്ടേ, ആരാധിക്കണ്ടേ, ഒന്നിനും പറ്റത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ കാര്യം, നിനക്കെന്നാ കാര്യം? ഈ പാവപ്പെട്ട മാതാവ് അവരുടെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന് പിശാചി നിനക്കെന്നടാ കാര്യം? ഹല്ലേലൂയ. പെട്ടെന്ന് ഈ പിശാചി എന്നോട് പറയുക, എനിക്കൊരു കാര്യവുമില്ല. ശ്രദ്ധിച്ചേക്കണം, ഇതിവിടെ അനുഭവത്തിൻ്റെ സാക്ഷ്യം ഇതായിരിക്കുന്ന സഹോദരി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നേറ്റിങ്ങിലുള്ള സിസ്റ്റർ. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പോൾ ഈ സഹോദരിയിൽ നിന്ന് പിശാചി എന്നോട് പറയുക, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, നീ ഈ ശരീരം വിട്ട് പോകണം. അപ്പോൾ പിശാചി പറയുക, എനിക്കങ്ങനെ പോകാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു, എന്നാ പോവാത്തെ? അപ്പോൾ അവസാനം ഈ പിശാചി ഒരു കണ്ടീഷൻ പറഞ്ഞു. എന്നാണെന്നറിയാമോ? ഞാൻ പോകണമെങ്കിൽ ഈ മാതാവിനോട് പറയണം, ഇനി മേലാൽ അർദ്ധരാത്രി 12 മണിക്ക് എഴുച്ചിരുന്ന് പ്രാർത്ഥിക്കരുതെന്നും. ആമേൻ. ഇതൊരു സാക്ഷ്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ. ഒന്ന് കൈവക്കി കാണിച്ച സ്വത്ര ആളുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഞാൻ പലയിടത്തും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, അന്നേരം ആളെ കണ്ടിട്ടില്ല ആരും, അതുകൊണ്ടാണ്. ഹല്ലേലൂയ. സാധാരണക്കാരൻ്റെ ഹല്ലേലൂയയ്ക്ക് ശക്തി ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ പിശാചിനോട് കണ്ടീഷൻ പറയുവാണ്. ആമേൻ. ഈ സഹോദരിയോട് പറയണേ, രാത്രി 12 മണിക്കുള്ള പ്രാർത്ഥന ഒന്നൊഴിവാക്കാൻ പറ, ഞാൻ ഈ കുടുംബത്തെ വിടാം. വേറെ ഒന്നുമല്ല അവൻ്റെ പ്രശ്നം. ഒരു സാധാരണക്കാരി പ്രാർത്ഥിച്ചത് പിശാചിന് പ്രശ്നമാ. അവൻ പതിയിരിക്കുക, എന്നെങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും എനിക്ക് സഹോദരിയുടെ പ്രാർത്ഥന ഒതുക്കണം. അപ്പോൾ ഞാനിങ്ങനെ പിശാചിനോട് ചോദിച്ചോടാ, പിശാചേ, ഇടി ഈ സഹോദരി മാതാവ് പ്രാർത്ഥിക്കുന്നത് മാതാവിൻ്റെ വീട്ടിനകത്തല്ലേ? ഇവർ പ്രാർത്ഥിക്കുന്നത് ഇവരുടെ കോമ്പൗണ്ടിനുള്ളിലല്ലേ? നിനക്കെന്നാ കാര്യം? അപ്പോഴാ ഈ സാത്താൻ എന്നോട് പറയുന്നേ, അതെ, ഞാനേ ഈ രാത്രി 12 മണി കഴിയുന്ന സമയത്ത് ഈ വഴി വരും. ഞാൻ ചോദിച്ചു, എന്തിനു വരും? ഇവരുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് വരണം. അതിന് ഈ വഴിയല്ലാതെ വേറെ വഴിയില്ല. ഞാൻ ഈ 12 മണി കഴിഞ്ഞ് ഇങ്ങനെ അടിപ്പാടി ഇങ്ങനെ ഇതിൻ്റെ ഈ ദേശത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വരുമ്പോൾ ഈ വീട്ടിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു വിളിയേക്കും, ഹല്ലേലൂയ. ഹല്ലേലൂയ. ചുമ്മാ പറഞ്ഞല്ല, സാത്താൻ പറഞ്ഞ കാര്യമാണ്. ഹല്ലേലൂയ എന്ന് വിളി. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ വേറൊരു ഭാഷ, അത് എനിക്ക് പിടി കിട്ടുന്നില്ല. പക്ഷെ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഇവിടെ കൂടെ വരാനും പറ്റുന്നില്ല. ഗ്ലോറി ടു ജീസസ്.
അപ്പൊ എനിക്ക് കാര്യം പിടികിട്ടി. ആരും ചെയ്തതല്ല, ആരും അയച്ചതല്ല. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന പിശാചിന് പേടിയാ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, ഇതിനകത്തും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ ചില യുദ്ധങ്ങൾ ദൈവം ഏറ്റെടുക്കാൻ പോവുകയാ. ദേശത്ത് പിശാചിന് ചലിക്കാൻ പറ്റത്തില്ല. ദേശത്തിന്റെ മേൽ പിശാചിന് ആധിപത്യങ്ങളില്ല. ഇന്ന് പകം നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. Hallelujah. Glory to Jesus. Amen. അർദ്ധരാത്രി 12 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റർ. അതുകൊണ്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞു. നിങ്ങളും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് പവറുണ്ടോ? റജിപ്പാസിന്റെ പ്രാർത്ഥനയ്ക്ക് മാത്രമല്ലെന്നേ പവർ. അഭിഷിക്തന്മാരുടെ നിങ്ങൾക്കും പ്രാർത്ഥിച്ച പവറുണ്ടാ. നിങ്ങളുടെ പ്രാർത്ഥനയും പിശാചിന് പേടിയാ. അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് അന്യഭാഷ പറഞ്ഞു പ്രാർത്ഥിക്കണം. നിന്റെ വീട്ടിനകത്ത് അന്യഭാഷയിൽ ഇരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഇരിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് നോക്ക. ചില അടയാളങ്ങളും അത്ഭുതങ്ങളും വെളിപ്പെടുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ്. ദേശത്തെ അന്യ വീടുകളിൽ നടക്കേണ്ട മരണം പോലും, അടുത്ത അയൽവാസികളുടെ ഭവനത്തിൽ നടക്കേണ്ട അനർത്ഥങ്ങൾ പോലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പോവുകയാണ്. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കളോട് ആത്മാവ് ഞാൻ കൈമാറട്ടെ. നിന്റെ പ്രാർത്ഥന അത് പവർഫുള്ളാ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. രാഗവും താളവും ശബ്ദവും അല്ല പ്രശ്നം. നീ പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ യുദ്ധം യഹോവ ചെയ്യും. യുദ്ധം യഹോവ ചെയ്യും. യുദ്ധം യഹോവ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒന്നല്ല, ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. ചില വ്യക്തികളുടെയൊക്കെ ശരീരങ്ങളിൽ പൈശാചികൻ പല ബലഹീനത കൊണ്ടിടും. ഞാൻ ചോദിക്കുമ്പോൾ പറയും, ഇനി മേലാൽ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് പറ. അതിൻ്റെ അർത്ഥം നീ പ്രാർത്ഥിക്കുന്നത് പിശാചിന് ഭയമാ. പക്ഷെ നീ പേടിക്കരുത്. നീ ഭയക്കാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിന്നെ ഏരിയയിൽ അവൻ വരത്തില്ല. ഞാൻ ആ പിശാചിനോട് പറഞ്ഞു, പിശാച് ഈ പരിപാടിക്ക് മാത്രം ഒരു കോംപ്രമൈസ് ഇല്ല. ഞാൻ ആ മാതാവിൻ്റെ ശരീരത്തിൽ നിന്ന് പിശാചിനോട് പറഞ്ഞു, ഈ പരിപാടിക്ക് മാത്രം ഒരു മാതാവ് നാളെയും എഴുന്നേക്കുവാണെങ്കിൽ നാളെയും പ്രാർത്ഥിക്കും. പിന്നെ നിനക്കിനി അപ്പുറത്തെ വീട്ടിൽ പോകണമെങ്കിൽ ഇതുവഴി പോവല്ലേ, നീ ഇതേ വഴി കറങ്ങി ഇങ്ങനെ വെക്കോ, ഒരു സങ്കടവും എനിക്കില്ല. എന്ന് പകലിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി നീ വഴിമാറിക്കൊടുക്കരുത്. നീ പ്രാർത്ഥിച്ചാൽ സൈന്യം വഴിമാറാൻ പോവുകയാ, ശത്രു വഴിമാറാൻ പോവുകയാ. ഇത് വിശ്വസിക്കുന്നവരോട് ആത്മാവ് ഞാൻ കൈമാറുകയാ. നീയല്ല വഴിമാറേണ്ടത്, നീയല്ല പ്രാർത്ഥന നിർത്തേണ്ടത്. നീ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ അസാധാരണമായ അത്ഭുതങ്ങൾ ദേശത്ത് സംഭവിക്കും. നീ പ്രാർത്ഥിച്ചാൽ ഇന്ന് പകൽ ദേശത്ത് അത്ഭുതങ്ങൾ നടക്കുക, ദേശത്ത് ദൈവപ്രവൃത്തികൾ വെളിപ്പെടുക. അനേക ക്ഷമനം ധ്യാനം വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഇന്ന് പകലിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ പാട്ടിനും ശക്തിയുണ്ടെന്ന് സ്വർഗം തെളിയിക്കാൻ പോകുക. ഓ ഷാരാര ധാര ധാര റീവ ശമന രഗജ വൈഡവ രഗജ രഗജേ അത്യുരബല ബല റിവലെ റീവ ശമനം ഝാലേ ചൂടാലാവ ശൈലവന തെരവൈഡ പ്രൗഢവന അന്തലഘടകേ. ദേശങ്ങളുടെ മേൽ ആധിപത്യമെടുത്തിരിക്കുന്ന എല്ലാ അന്ധകാര മണ്ഡലങ്ങളും ഇന്ന് പകൽ പ്രാർത്ഥനയുടെ ശക്തിയുടെ മുൻപിൽ ഉടയപ്പെടട്ടെ. രോഗബന്ധനങ്ങൾ ഇന്ന് പകൽ ഉടയപ്പെടട്ടെ. യേശുവിന്റെ മഹത്വം ഇന്ന് പകൽ ജീവിതങ്ങളുടെ മേൽ ചലിക്കട്ടെ. നിന്റെ പ്രാർത്ഥന ഉയരട്ടെ, നിന്റെ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടട്ടെ, നിന്റെ ആരാധന ഉയരട്ടെ.
നിന്റെ പാട്ട് ഉയരട്ടെ. ഓ ക്ഷാര തേരെ തേരെ ക്ഷാര ജാല ക്ഷമനം ജാന വൈടക രഗജക രഗജ അത്യുര ബലബല റിബല ക്ഷമനവ രഗജേ അന്തൽ കമന രഗജ ലാഭ ലാഭ ക്ഷമന രഗജ വൈടം ജാന ധാര ക്ഷമനവ രഗജ അത്യുര ബലബല റിബലേ ശന്തല പ്രൂഢേ ലാഭ ക്ഷാര ക്ഷമനം ജാന കമനവ രഗജ വൈടം ജാന ധേരെ ഓ ക്ഷമനവ രഗജേ അത്യുര ബലബല റിബലേ ക്ഷമനവ രഗജേ അന്തകമന റിഗന ക്ഷമനം ജാന ലാഭ ലാഭ ക്ഷമനവ രഗജേ വൈടം പ്രൗഢവ രഗജേ അത്യുര ബലബല റിബലേ ക്ഷാര ജാന. ഓ നിന്റെ പാട്ടിനും പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ടെന്ന് ദൈവം തെളിയിക്കാൻ പോവാ. ഈ സീസണിൽ കരുത്തിൽ ആയുധമില്ലെങ്കിലും, യുദ്ധം ചെയ്യാൻ കരുത്തില്ലെങ്കിലും നിന്റെ പ്രാർത്ഥനയ്ക്കും പാട്ടിനും ശക്തിയുണ്ടെന്ന് ദൈവം ദേശത്ത് വെളിപ്പെടുത്താൻ പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ നീ? ഈ സീസണിൽ അത് സംഭവിക്കും. 2025 ലജ്ജിതരായി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. തല കുനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പാടുന്നവനും പ്രാർത്ഥിക്കുന്നവനും വിരോധമായി വെളിപ്പെട്ടിരിക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ 2025 ഫെബ്രുവരി മാസം, തലകുനിക്കുന്ന മാസം. വിശ്വസിക്കുന്നവർ ഇന്ന് പകല് ഏറ്റെടുക്കട്ടെ. ഇത് നിന്റെ മാസം. അന്നും എവിടേക്കോ ആരിക്കോ കുടുംബങ്ങൾക്കൊന്ന് അതിശക്തമായി ചലിക്കുന്നുണ്ട്. ദേശങ്ങൾ നിന്നെ പൂട്ടാൻ ശ്രമിക്കുന്നു, രോഗങ്ങൾ നിന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നു. പരിശുദ്ധത പറയുന്നു ഇല്ല, ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ചില വിടുതലുകൾ നിന്നിലൂടെ വെളിപ്പെടാൻ പോകുകയാണ്. നീ പാടിയതിനും നീ പ്രാർത്ഥിച്ചതിനും മറുപടിയുണ്ടെന്ന് സ്വർഗം തെളിയിക്കുന്ന ഒരു മാസമായി 2ാമത്തെ മാസം ദൈവം മാറ്റുന്നു. ഓഹോ തൊടുക, ദൈവാത്മാവ് തൊടുക. ചില ശരീരങ്ങളിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വരിക. നിന്റെ ആത്മവിശ്വാസം വർദ്ധിക്കട്ടെ. ദൈവം ചില സത്യങ്ങൾ ഏറ്റെടുക്കുന്നു. ദൈവം ചില വിഷയങ്ങളെ ഏറ്റെടുക്കുന്നു. ദൈവം ചില സത്യങ്ങൾ ഏറ്റെടുക്കുന്നു. പ്രാർത്ഥിക്കുന്നതും പാടുന്നതും ഹമേൻ അതിനെന്തെങ്കിലും ശക്തിയുണ്ടോന്ന് ശത്രു ചോദിച്ചാൽ ദൈവമക്കൾ ഉറപ്പോടെ പറ, പാട്ടിനും പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ട്, 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 ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഒരിടത്ത് മാത്രമല്ല ശക്തി. നിങ്ങൾ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടിടങ്ങളിൽ ഈ ശക്തി ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതലല്ല, പുറപ്പാട് പുസ്തകത്തും തുടങ്ങി ഒത്തിരി ഭാഗങ്ങൾ വായിച്ചാൽ നമുക്കിവിടെ എല്ലാം പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവശക്തി വെളിപ്പെട്ടത് കാണാൻ പറ്റും. നിങ്ങൾക്കറിയോ, യോശുവ പുരോഹിതന്റെ നേതൃത്വത്തിൽ യോർദാന്റെ അക്കരെ വാഗ്ദത്ത ദേശത്ത് കാലുവയ്ക്കാൻ പോയി. കാലുവെച്ചപ്പോഴേ മനസ്സിലായേ അവിടെ ഒരു പെരിയ കോട്ട ഇരിക്കുന്നു. ആ കോട്ടയുടെ പേര് കിഴക്കേ കോട്ട എന്നല്ല, എരിഹോ മതിൽ എന്നാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണേ. കിഴക്കേക്കോട്ട കണ്ടിട്ടുണ്ടോ നമ്മൾ അല്ലേ? അവിടെ റോഡിൽ ചെല്ലുമ്പോൾ വമ്പൻ കല്ലുകൾ കൊണ്ട്, നമ്മെക്കാൾ നീളമുള്ള വലിയ കല്ലുകൊണ്ട്, ഏകദേശം 2 അടി പൊക്കമുള്ള കല്ലുകൊണ്ടുമൊക്കെ തീർത്തു വച്ചിരിക്കുന്ന വമ്പൻ കോട്ടയുണ്ട്. നൂറ്റാണ്ടുകൾ ഒത്തിരി കഴിഞ്ഞിട്ട് ഒരു മഴയ്ക്കോ ഒരു വെയിലിനോ അതിനെ നശിപ്പിക്കാൻ കഴിയാതെ ഇന്നും അങ്ങനെ തന്നെ നിൽക്കുന്ന ആ കോട്ട ഇതിനേക്കാൾ വലിയ കോട്ടയാ എരിഹോവിന്റെ കോട്ടയെന്ന് പറയുന്നേ.
ഞാൻ നിങ്ങളോട് പറയാ, ദൈവജനത്തിന്റെ വാഗ്ദത്തത്തെ കോട്ട കെട്ടി വച്ചേക്കുന്ന യെരിഹോ നിവാസികൾ, കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ടുവരുമ്പോ കയ്യിൽ വാള് തന്നില്ല, നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ടുവരുമ്പോ അമ്പും വില്ലും തന്നില്ല, യുദ്ധം ചെയ്യാൻ ഒന്നുമില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ 430 വർഷം പഴക്കമുള്ള ചങ്ങല പൊട്ടിച്ച ഒരായുധം നിങ്ങളുടെ കയ്യിലുണ്ട്. അത് ദൈവജനത്തിന്റെ പാട്ടും ആരാധനയുമാ. ഇന്ന് പകലിൽ ആത്മാവ് ഞാൻ നിങ്ങളോട് പറയാ, പലർക്കും ചെയ്യാൻ കഴിയാത്തത് ഈ തലമുറയിൽ ചെയ്തെടുത്ത ദൈവമക്കളുടെ ആരാധനയുണ്ടല്ലോ, അതൊരു വലിയ ആയുധമാണെന്ന് ഇന്ന് നിങ്ങളോട് പറഞ്ഞാൽ അത് സ്വീകരിപ്പാൻ കഴിയുന്ന എത്ര ദൈവമക്കളുണ്ട്? ആർക്കും പൊട്ടിക്കാൻ കഴിയാത്ത ചില ചങ്ങലകൾ ആരാധനയിൽ പൊട്ടാം. യേശുവിന്റെ നാമത്തിൽ ജയം. എന്തോ പരിശുദ്ധാത്മ പറയുന്നു, അവൻ വാളുകൊണ്ടും പരിചകൊണ്ടും ജയിക്കാത്ത ഒന്ന് ഇസ്രായേൽ മക്കളുടെ ആരാധന കൊണ്ട് ജയിച്ചു. ഈ ആരാധന ഉള്ള ദൈവജനത്തോട് സ്വർഗം പറയാ, ഭയം വേണ്ട. യെരിഹോ മക്കൾ ഇസ്രായേലിന്റെ നന്മയെ കോട്ട കെട്ടിയാൽ നിങ്ങൾ അതിന് ജയിക്കാൻ പോകുന്നത് പീരങ്കി കൊണ്ടല്ല, നിങ്ങൾ ജയിക്കാൻ പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങൾ പാടി ആരാധിച്ച് തുടങ്ങിയാൽ കോട്ട ഇടിയപ്പെടും. ഇന്ന് ആത്മാവാരുടെ ഇതിനകത്ത് പറയുന്നു, ആയുധമല്ല നിനക്ക് വലുത്, ആരാധന നിനക്കുണ്ടെങ്കിൽ അതാണ് വലുത്. പാടാൻ നിനക്ക് കഴിയുമെങ്കിൽ അതിനേക്കാൾ വലുത് മറ്റൊന്നില്ല. വിശ്വസിക്കുന്നവന്റെ വീട്ടിൽ ഈ സീസണിൽ പാട്ടും പ്രാർത്ഥനയും ഉയരട്ടെ. അസാധാരണമായ ദൈവപ്രവർത്തികൾ അന്യഭാഷകളിൽ ഈ സീസണിൽ നിന്റെ പ്രാർത്ഥനകൾ ഉയരട്ടെ. ശത്രു കെട്ടിയ കോട്ടകൾ ഈ സീസണിൽ അടിത്തറകൾ ഇളകി ഉടയട്ടെ. ദൈവാത്മാവ് ചലിക്കുന്നുണ്ട്. നിന്റെ പാട്ടിനും പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ടെന്ന് പറഞ്ഞാൽ അത് തെളിയിക്കാൻ ഞാൻ ഈ ഭാഗം പ്രസംഗിക്കുന്നത്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാ, ദൈവഭക്തന്മാരുടെ പാട്ടിനും പ്രാർത്ഥനയ്ക്കും പവറുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഭാഗം വായിച്ചിട്ട് നിങ്ങൾക്കറിയാം, യെരിഹോ മതിലിന്റെ ചുറ്റിലും 7 ദിവസം അവർ പാർത്തു. കർത്താവ് പറഞ്ഞു, 7-ാം ദിവസം നിങ്ങൾ പുരോഹിതന്മാരുടെ കാഹളം കേൾക്കുമ്പോൾ സാധാരണക്കാരെല്ലാവരും വാ തുറന്ന് ആർപ്പിട്ട് ദൈവത്തെ സ്തുതിക്കണം. എപ്പോ നിങ്ങൾ സ്തുതിക്കുവോ, സ്തുതിയുടെ ശബ്ദം നിങ്ങളുടെ നാവിൽ നിന്ന് പുറത്തു വന്നാൽ തലയ്ക്ക് മേലെ നിൽക്കുന്ന കോട്ട കാൽച്ചുവട്ടിലേക്ക് വരും. ഇന്ന് ആത്മാവ് ഇതിനകത്തും ആരോടൊക്കെ സംസാരിക്കുന്നു. നിന്റെ ആരാധനയും സ്തുതിയും എപ്പോ നിന്റെ നാവിൽ നിന്ന് ഉയരുമോ, അന്നേരം തലയ്ക്ക് മീതെ വാത് വച്ച് വെല്ലുവിളിക്കുന്ന ചില അന്ധകാരത്തിന്റെ കോട്ടകൾ നിന്റെ കാൽച്ചുവട്ടിൽ ഇടിയപ്പെടുന്ന ഇന്ന് പകൽ ചില അത്ഭുതങ്ങൾ നടക്കും ഇതിനകത്ത്. ആർക്കും ഇടിക്കാൻ കഴിയാത്ത ചില കോട്ടകൾ നിന്റെ കുടുംബത്തിന്റെ ചുറ്റിൽ നിന്ന് ഇടിയപ്പെടും. നിന്റെ സാമ്പത്തിക മണ്ഡലങ്ങള് കോട്ട കെട്ടി വച്ചിരിക്കുന്ന ചിലത് ഇന്ന് ഇടിഞ്ഞ് താഴപ്പെടും. വിശ്വസിക്കുന്നവർ ഇന്ന് പകലിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ലൈവിൽ ഇന്ന് കാണുന്നവർ ഇന്ന് പകൽ സ്തുതിക്കട്ടെ. നിന്റെ പ്രാർത്ഥന, നിന്റെ ആരാധന ഒരു അത്ഭുതങ്ങൾക്ക് വഴി തുറക്കാൻ പോകുക. ചില കോട്ടകൾ ഇടിയപ്പെടുന്നത് നിങ്ങൾ കാണാൻ പോകുക. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ.
അസാധാരണമായ ദൈവ സാന്നിധ്യം ഈ പകലിൽ വെളിപ്പെടോ. ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവേ, 7-ാം ദിവസം കോട്ട ഇടിക്കാൻ അങ്ങേക്കറിയാം. അങ്ങനെയാണെങ്കിൽ 7 ദിവസം ഇവർ വെയിറ്റ് ചെയ്യുന്നതിന് മുൻപ് ദൈവമേ നിനക്ക് കോട്ട ഇടിച്ചൂടെ? ഇതെല്ലാം ചെയ്ത ദൈവമല്ലേ? ഒരു കല്ലിളക്കാൻ ഒരുവനൊരു ഇരുമ്പ് കമ്പി പോലും ഇതിനിടയിൽ വച്ചെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഇവര് ചുറ്റിലും നടന്ന് എപ്പോ സ്തുതിച്ചോ അപ്പ വീണെന്നാ ബൈബിൾ പറഞ്ഞ്. 7 ദിവസം വരെ എന്തിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നോ? കർത്താവ് പറയും, ഇവരെ എപ്പോ ആരാധിക്കുവോ അപ്പോഴേ കോട്ട ഇടിയത്തുള്ളൂ. ഇന്നു പകലിൽ ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയാ, നിന്റെ ആരാധന വെളിപ്പെട്ടാൽ, നിന്റെ സ്തോത്രം വെളിപ്പെട്ടാൽ, എപ്പോ സ്തുതിക്കുമോ അന്നേരം കോട്ടകൾ ഇടിയോ. വിശ്വസിക്കുന്നവരുടെ ദൈവാത്മാവ് ഇന്ന് പകൽ അതിശക്തമായി വെളിപ്പെടുക. ചുമ്മാ പറയുവല്ല, ആത്മസാന്നിധ്യം വെളിപ്പെടുക ഇതിനകത്ത്. ചിലരുടെ പാട്ടിനും ആരാധനയ്ക്കും ശക്തിയുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് വിശ്വസിച്ചേ മതിയാകത്തുള്ളൂ. ഗ്ലോറി. ചിലരിങ്ങനെ പറയും, ഞാൻ വീട്ടിൽ ഇരുന്ന് പാടി പ്രാർത്ഥിച്ച് ആരാധിക്കുമ്പോൾ ചുറ്റുപാടുള്ളവർക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു, പലരും പ്രതികൂലമാകുന്നു. എന്നാ കാര്യം? മൈക്കൊന്നും വച്ചിട്ടല്ല, അല്ലാതെ നിങ്ങൾ വീട്ടിൽ നിന്ന് കൈയടിച്ച് പാടി ആരാധിക്കുമ്പോൾ വേറൊന്നുമല്ല പ്രശ്നം. പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ നീ ചിന്തിക്കും ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ അയൽവാസിക്ക്. പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ നീ ചിന്തിക്കും ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ ചുറ്റുപാടിന്. പക്ഷെ ഇപ്പോൾ പ്രശ്നം തുടങ്ങിയല്ലോ. വേറൊന്നുമല്ല പ്രശ്നം. നീ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ അപ്പുറം ഇപ്പുറം കിടക്കുന്ന സാത്താന്യ പോരാട്ടങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പുറം ഇപ്പുറം കിടക്കുന്ന വീടുകൾക്ക് വീടുകളുടെ മേൽ ആധിപത്യമെടുത്ത ഇരുട്ടിൻ്റെ അധികാരങ്ങളില്ലേ, അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അവരാരെങ്കിലും ഇളക്കി വിട്ട് അങ്ങോട്ട് നിനക്ക് വിരോധമായി വെല്ലുവിളിക്കുക. ഞാൻ നിങ്ങളോട് പറയാ, ഇത് കേട്ട് നീ ഒതുങ്ങരുത്. ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥന ഉറപ്പിക്കാൻ റെഡിയാണെങ്കിൽ നീ മാത്രമല്ല, ചുറ്റുപാടും കിടക്കുന്നവന്റെ കെട്ടുകളെ കൂടെ നിന്റെ പ്രാർത്ഥനയാൽ സ്വർഗം പൊട്ടിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? Jesus name. Lama na shakiri amthini. Riba lava shakiri bi amthini. Hallelujah. Come on, come on, come on. ഇപ്പൊ 7-ാം ദിവസം പാടി പ്രാർത്ഥിച്ചപ്പോ ആരും തൊടാതെ കോട്ട ഇടിഞ്ഞു വീഴുന്നു. സ്വർഗം വെയിറ്റ് ചെയ്യുക. നീ എപ്പോ പ്രാർത്ഥിക്കോ അപ്പൊ കോട്ട താഴെ വീഴും. നീ എപ്പോ പാടുവോ അപ്പൊ കോട്ട താഴെ വീഴും. ഇന്ന് ആത്മാവിൽ ഇതിനകത്ത് ഞാനും നിങ്ങളോട് പറയുക, വൈദ്യന് മാറ്റാൻ കഴിയാത്തത്, മന്ത്രവാദിക്ക് മാറ്റാൻ കഴിയാത്തത്, ലോകക്കാർക്ക് മാറ്റാൻ കഴിയാത്തത്, കുടുംബക്കാർക്ക് മാറ്റാൻ കഴിയാത്തത്, എപ്പോ പ്രാർത്ഥിക്കോ അപ്പൊ ചിലത് താഴെ വീഴാൻ പോവുക. എപ്പോ പ്രാർത്ഥിക്കോ അപ്പൊ ചിലത് ഇടിയപ്പെടാൻ പോകുകയാ. എപ്പോ പ്രാർത്ഥിക്കോ അപ്പോ ചിലത്, ഇത് വിശ്വസിക്കുന്നവരുടെ ഞാൻ ദൂത് പറയുന്നത്, അപ്പോൾ ചിലത് സംഭവിക്കാം. Hallelujah. Praise God. Hallelujah. നിങ്ങൾ പുതിയ നിയമത്തിൻ്റെ ഒരു ഭാഗം വായിച്ചിട്ടുണ്ടോ? പൗലോസും ശീലാസും അവരൊരു ഭൂതത്തെ പുറത്താക്കി. പ്രാർത്ഥിച്ച് ഉപവസിച്ചപ്പോഴും അല്ല പുറത്തായത്, വഴിയെ നടന്നു പോയപ്പോൾ ഒരു പെണ്ണുപിള്ള മുഖം നോക്കി ലക്ഷണം പറഞ്ഞു. കണ്ടപ്പോഴേ നിങ്ങളെ മനസ്സിലായി, നിങ്ങൾ അത്യുന്നതൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാർ ആണ് അല്ലേ? അത് പറഞ്ഞു, ശരിയാണ്. ഇതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചില്ല. പൗലോസ് ആത്മക്കൊണ്ടോട് നോക്കി മനസ്സിലായി. എങ്ങനെ അറിയാമെന്ന് എനിക്ക് മനസ്സിലായി, നിന്റെ അകത്തിരിക്കുന്ന ഒരു വെളിച്ചപ്പാടിൻ്റെ ആത്മാവാ. നമ്മളാണെങ്കിലോ ഇതെങ്ങനെ മനസ്സിലായി? പിന്നെ അതിൻ്റെ പുറകെ നമ്മളെ യാത്ര. ചിലതൊക്കെ തിരിച്ചറിഞ്ഞോണേ. ഹല്ലേലൂയ. പുള്ളിക്കാരത്തിയെ നോക്കിയപ്പോൾ പൗലോസിന് മനസ്സിലായി അകത്തിരിക്കുന്നൊരു വെളിച്ചപ്പാടാ. ഒന്നുകൂടെ ചുറ്റുപാട് നോക്കി മനസ്സിലായി, ഈ ദേശം മുഴുവൻ ഈ സാധനം പിടിച്ചു വച്ചേക്കുക. ഈ പട്ടണത്തിലെ ആൾക്കാരെ മുഴുവൻ ഇതുപോലെ മുഖം നോക്കി പലതും പറഞ്ഞ് പിടിച്ചു വച്ചേക്കുക. പൗലോസ് പറഞ്ഞു, ഇന്നീ വ്യാപാരം പൊട്ടണം. ഇത് പൊട്ടിയേ പറ്റൂന്നേ. ചിലരൊക്കെ മുഖം നോക്കിയും കൈ നോക്കിയും വര നോക്കിയും പിടിച്ചു വച്ചേക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ കൈവര നോക്കി ചിന്തിക്കാതെ നിന്റെ തലവര ദൈവം മാറ്റും. കൈവര മാറ്റാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇല്ല.
നിങ്ങളുടെ തലവര ദൈവം മാറ്റും. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ വാർത്തകളിലും ആമേൻ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുക. ആമേൻ വടക്കേ ഇന്ത്യയിൽ ഒരു പെങ്കൊച്ചിനെ ആമേൻ കൊണ്ടുവന്ന ലക്ഷപ്രഭുവാക്കി മാറ്റി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ ബോബി ചെമ്മന്നൂർ എന്ന ആമേൻ ഇതിഹാസം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിതിങ്ങനെ വായിച്ചപ്പോൾ ഒരു കൗതുകം തോന്നുന്നത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തെ വെച്ച് പ്രസംഗിക്കുന്നില്ല കേട്ടോ. ആമേൻ ശ്രദ്ധിക്കണേ. പെട്ടെന്നൊരു പ്രഭാതത്തിൽ മാലക്കച്ചവടം ചെയ്തുകൊണ്ടിരുന്നൊരു കൊച്ച ഇവിടെ വന്ന് നെക്ലസൊക്കെ ധരിച്ച് ആമേൻ ലക്ഷപ്രഭുവും കോടിപ്രഭുവായി മാറി ഒറ്റ ദിവസം കൊണ്ട്. ഒരു ഹല്ലേലൂയ പറ. ദൈവത്തിന് ചിലതൊന്നും എടുക്കാനൊരു അധിക സമയമൊന്നും വേണ്ട. സെക്കൻഡ് കൊണ്ട് ദൈവം ചിലതിനൊക്കെ അനുഗ്രഹിക്കുവേ. അതവിടെ കഴിഞ്ഞാൽ വേറെന്തോ പറഞ്ഞു, നന്നേരമാണ് ഈ സാധനമൊക്കെ മാറി പോട്ടെ. അപ്പോൾ ഏതായാലും ഞാൻ പറയാം, ഞാൻ പറഞ്ഞു വന്ന വിഷയം തലവര മാറ്റുക. ഈ കൊച്ച് മാല കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന കൊച്ച ഒറ്റ ദിവസം കൊണ്ട് വര മാറിയില്ലേ? കേരളത്തിലെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ മലയാളികളും അറിഞ്ഞില്ലേ? അറിയാത്ത നിങ്ങളും കൂടെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് നമ്മൾ കൈവര മാറ്റാനാക്കും പറ്റത്തില്ല. പക്ഷെ നിന്റെ തലയിലെ വര ദൈവം മാറ്റും. നിന്റെ വിധിയെ ദൈവം മാറ്റും. നീ എന്തിങ്ങനെ കിടക്കണോ? നല്ല ദൈവത്തിൻ്റെ ആഗ്രഹം സെക്കൻഡ് കൊണ്ട് നിന്റെ വിധിയെ മാറ്റാൻ, നിന്റെ തലവരയെ മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിന്റെ കുടുംബം ചിന്തിക്കുന്നതിലും അപ്പുറം, നിന്റെ കുടുംബക്കാർ ചിന്തിക്കുന്നതിലും അപ്പുറം വേഗത്തിൽ ചില വരകളെ മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയാം. വര നോക്കി പറഞ്ഞുകൊണ്ടിരുന്ന വെളിച്ചപ്പാടത്തി പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, നിന്നുള്ള ഭൂതത്തെ പറഞ്ഞു. ഒരൊറ്റ പോക്ക് ഈ വെളിച്ചപ്പാട്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അടുത്തൊരാൾ 10 രൂപയും കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ വരയൊന്ന് നോക്കണം. പുള്ളിക്കാരൻ പറഞ്ഞു, വരയും കണ്ടുകൂടാ, ഒന്നും കണ്ടുകൂടാ, സംഗതി ഇറങ്ങിപ്പോയില്ലേ. ഹല്ലേലൂയ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ വരയും നോക്കണം. എത്ര നോക്കിയിട്ടൊന്നും കാണുന്നില്ല. വൈകുന്നേരം യജമാനന്മാർ വന്നു. ആരാ? ചില യജമാനന്മാരുണ്ട് ഇതിന്. ലാഭം കൊയ്തുകൊണ്ടിരുന്ന യജമാനന്മാർ പിടിച്ചിരുത്തിയ ഇവളെ അതിനു വേണ്ടി ഏൽപ്പിച്ച കുറേ യജമാനന്മാരുണ്ടായിരുന്നു. ഇവരൊക്കെ വന്നേ ചോദിച്ചു, എത്ര കിട്ടി? കിട്ടിയതും കൊണ്ട് സാധനം ഒഴിച്ച് പോയിട്ടുണ്ട്, കയ്യിലൊന്നുമില്ല. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, ആത്മാവിലൊരു സ്തോത്രം പറഞ്ഞാൽ മതി, കിട്ടേണ്ടവന് കിട്ടും. ഹല്ലേലൂയ. തിരിഞ്ഞു നോക്കിയ ഒരൊറ്റ ശാസന ബൈബിൾ പറയുന്നു, വെളിച്ചപ്പാട് ഇറങ്ങി ഓടി, ലാഭമെല്ലാം പോയി. അന്നൊരു കാശും കിട്ടിയില്ലെന്ന് ആർക്കും വര നോക്കിയോ മുഖം നോക്കിയോ പറയാൻ പറ്റിയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആർക്കും വര നോക്കിയോ മുഖം നോക്കിയോ പറയാൻ പറ്റിയില്ല. എല്ലാം പോയില്ലേ, ഇനി എങ്ങനെ പറയും? ആമേൻ. പറഞ്ഞു അഭിഷിക്തന്മാരുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോഴാ പണി അങ്ങ് പാളിപ്പോയെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കുറേയൊക്കെ പറ്റിച്ചു, പക്ഷെ അഭിഷേകത്തോടൊന്ന് കളിക്കാൻ ഇതിനെ കൊണ്ട് പറ്റത്തില്ല. സംഗതി പണി പറ്റി. യജമാനന്മാർ ചോദിച്ചു, ആരാ ഇത് ചെയ്തേ? അതിന് വെളിച്ചപ്പാടൊന്നും വേണ്ട. പാവശ്രീ പറഞ്ഞതേ, ആകെ പോകുന്ന 2 പേരല്ലേ, അവരാ ഞങ്ങളെ ഒന്ന് ശാസിച്ച്. അന്നേരം നിങ്ങൾ കൂടിയിരുത്തിയത് ഇവിടുന്ന് പറന്നുപോയി. ഇന്ന് പകൽ കാലങ്ങളും ദിവസങ്ങളും എടുത്ത് വിളിച്ചു വരുത്തി കുടിയിരുത്തിയത് സെക്കൻഡ് കൊണ്ടുപോയി. ഇതന്നേ അഭിഷേകത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ഇനി അതവിടെ നിൽക്കട്ടെ. ഈ 2 പേരെയും പിടിച്ച് വളരെ അടി കൊടുത്തു. അടിയൊക്കെ കിട്ടും, ഒന്നും കുഴപ്പമൊന്നുമില്ല, പോട്ടെ. അടി കിട്ടി വളരെ ഉപദ്രവിച്ച് ചാട്ടവാറ് കൊണ്ട് അടിച്ച് പിന്നെ പിടിച്ചവരെ ജയിലിലാക്കി. അതുമൊക്കെ നടന്നിരിക്കും, കുഴപ്പമൊന്നുമില്ല. ദൈവപ്രവൃത്തി അവിടെയും വെളിപ്പെടും. എത്ര പേരത് വിശ്വസിക്കുന്നു? ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിലും നിങ്ങൾ പഞ്ചാബിലോ ബീഹാറിലോ ഒരു അഭിഷേകത്തിനെയും ഭാര്യയും മാസങ്ങളായി ജയിലറൊക്കെ എത്തിട്ട് വരുന്നത്. കേരളക്കര മുഴുവനും പ്രാർത്ഥിച്ചു. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിലാണെന്ന് തോന്നുന്നു അവരെ റിലീസ് ചെയ്തു. ഒരു കാരണവുമില്ലാതെ സുവിശേഷത്തിൻ്റെ പേരിൽ, ദൈവത്തെ ആരാധിച്ചതിൻ്റെ പേരിൽ ആമേൻ അവരെ അക്രമികളും തന്നെ അവരെ പിടിച്ച് ഉപദ്രവിച്ച് ഭാര്യയും ഭർത്താവിനെയും ജയിലിലടക്കി. മലയാളികളായ സുവിശേഷകനെയും ഭാര്യയും ജയിലിലടച്ചിരുന്നു. എന്നാൽ ദൈവകൃപയാൽ അവരെ ദൈവം പുറത്തിറക്കി. അതൊക്കെ സ്വാഭാവികം. പൗലോസിനും ശീലാസിനും പിടിച്ച് ജയിലിലടച്ചു, വളരെ അടുപ്പിച്ച്. എങ്ങനെ അടച്ച്? കയ്യിൽ ചങ്ങലയിട്ടു, കാലിൽ ആമ വിട്ടു. ഭ്രാന്തന്മാരായിരിക്കുന്നവൻ്റെ കാലിൽ തളയിട്ട് പിടിച്ചു കിട്ടുന്ന പോലെ ഇവരുടെ കാലിൽ തളയിട്ട് പിടിച്ചു കിട്ടി.
കൈ ചങ്ങലക്കിട്ടെന്ന് പറഞ്ഞ് കൈ അനക്കി പോകരുത്, കാലനക്കി പോകരുത്, ഇനി എഴുന്നേക്കരുത്. പക്ഷേ അർദ്ധരാത്രി ഇവർക്കൊരു സ്വഭാവമുണ്ട്. ഈ അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ ചിലരുടെ പ്രാർത്ഥനാ ടൈമാണ്. നേരത്തെ പറഞ്ഞില്ലേ ആൻറ്റി, അവരുടെ 12 മണി എന്ന് പറഞ്ഞാൽ അലാരം വെച്ച് എഴുതിക്കും അവർ. അങ്ങനെയുള്ളത് ചിലത് ദേശങ്ങൾ ജയിക്കത്തുള്ളൂ. ഓ, പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ എന്നാ ചെയ്ത്? അവർ അർദ്ധരാത്രിയിൽ അങ്ങ് എഴുന്നേറ്റു. അടി കൊണ്ടാ ക്ഷീണം കാണില്ലേ? ചവിട്ടി ഉരുട്ടിയാ ക്ഷീണം വരത്തില്ലേ? പിന്നെ ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? നമ്മൾ ചിന്തിക്കുന്നതാ, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് പാടിയിട്ട് എനിക്ക് അടി കിട്ടിയില്ല എന്നാ. അതൊക്കെ സ്വാഭാവികം, ഒരു സൈഡിലുണ്ടാവുന്ന. പക്ഷെ ഇതിന്റെ നടുവിൽ ഇവർ ഉണർന്നങ്ങ് പ്രാർത്ഥിച്ചു. ബൈബിൾ ഇങ്ങനെ പറയുന്നത്, അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ. ഇവര് ജാമ്യത്തിന് ആളെ അന്വേഷിച്ചില്ല. ഉണ്ടോ? കരന്തിത്ത് രസീത് ആരും ഉണ്ടാക്കി ആരെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞോ? നിന്റെ ആയുധം പ്രാർത്ഥനയും പാട്ടുമാണെന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഗ്ലോറി. ആമേൻ. പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ആയുധം പാട്ടും ആരാധനയും പ്രാർത്ഥനയും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതെ അത് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഈ ഫെബ്രുവരി മാസത്തിന് പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, പലരും ചങ്ങല കൊണ്ട് പൂട്ടിയത് നിന്റെ പാട്ടുകൊണ്ട് അഴിയും. പലരും തങ്ങല കൊണ്ട് തളച്ചത് നിന്റെ ആരാധന കൊണ്ട് അഴിയും. ഓ, ഇവർ രണ്ടുപേരും കൂടെ ഇരുന്ന് ഭയങ്കരമായിട്ട് പാടി. ഒരാളും കൂടെ കിട്ടിയപ്പോൾ പാട്ട് പാടാൻ ഭയങ്കര. പൗലോസും ശീലാസും രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു? പാടി. രണ്ടുപേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ ഇരുന്നങ്ങ് പാടണം, രണ്ടുപേരും കൂടെ ഇരുന്നങ്ങ് പ്രാർത്ഥിക്കണം. സമയമൊന്നും നോക്കരുത്. അർദ്ധരാത്രിയെ പൂണ്ട ഉറങ്ങേണ്ട സമയം എന്ന് പറഞ്ഞൊന്നും ഇരിക്കരുത്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അരമണിക്കൂറെങ്കിലും കിട്ടുവാണെങ്കിൽ അർദ്ധരാത്രി എഴുച്ചും കൂടി ഇരിക്കുന്നേ. പകൽ 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്നതിൻ്റെ എഫക്റ്റ് കാണും അർദ്ധരാത്രി ഒരു അരമണിക്കൂർ പ്രാർത്ഥിച്ച. ഞാൻ ചുമ്മാ പറയുമല്ല കേട്ടോ. പകൽ നിങ്ങൾ 2 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ എഫക്റ്റ് കാണും അർദ്ധരാത്രിയിൽ ഒരു അരമണിക്കൂർ പ്രാർത്ഥിച്ച. ഭയങ്കര പവറാ, ഭയങ്കര ശക്തി അതിന്. ഗ്ലോറി ടു ജീസസ്. ആമേൻ. ഈ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. പൗലോസും ശീലാസിനും അറിയാം, കൈ ചങ്ങലക്കിട്ട് പൂട്ടിരിക്കുക. അവർ ദൈവത്തെ കുറ്റം പറഞ്ഞില്ല. നമ്മളാണെങ്കിലോ 2 കുറ്റവും പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇരുന്ന് 2 പാട്ടൂടെ പാടും. എങ്കിലും ദൈവം എന്നെ എങ്ങനെയൊക്കെ ആക്കിയല്ലോ എന്നിട്ട് നമ്മളിരുന്ന് പാടും. അത്ഭുതം നടക്കാൻ ഇത്തിരി കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും, താമസിക്കേണ്ടി വരും. അത് പറയാതിരുന്ന് പാടി നോക്ക്, അന്ന് രാത്രി അത്ഭുതം നടക്കും. കുറ്റം പറയാതിരുന്ന് പാടി നോക്ക്, അന്ന് രാത്രി നിന്റെ വിടുതൽ നടക്കും. പിറുപിറുക്കാതിരുന്ന് പാടി നോക്ക്, അന്ന് രാത്രി നിന്റെ അത്ഭുതം നടക്കും. ഹല്ലേലൂയ. ഈ പിറുപിറുപ്പും പ്രാർത്ഥനയും കൂടെ വരുന്നോണ്ടാ പലപ്പോഴും അത്ഭുതം നടക്കാത്ത. സത്യമായിട്ടും ഞാൻ പറയൂ, ഉള്ള കാര്യം ഞാൻ പറയൂ. ആമേൻ. ഇതൊന്നും ഇല്ലാതിരുന്ന് പാടി നോക്കാം, ആരാய்ச்சி നോക്കാം, അന്ന് രാത്രി നിന്റെ അത്ഭുതം നടക്കും. ഇത് നമ്മൾ ആദ്യം ചിരങ്ങ് പെറുപിറുക്കും. ആരെ പോലെ? ഇസ്രായേൽ മക്കളെ പോലെ. പണ്ട് കുറച്ച് കഴിയുമ്പോൾ ദൈവം കുറെ കൂടെ നടന്നിട്ട് അനുഗ്രഹിക്കപ്പെട്ടാൽ മതി. അത് ഒഴിവാകണമെങ്കിൽ കുറ്റം പറയാതെ, എന്തിനാ ദൈവം എങ്ങനെ നീറ്റ് കഷ്ടപ്പെടുത്തിയത് ചോദിക്കാതെ ഇരുന്നങ്ങോട്ട് ആരാധിക്കുന്നേ, ഇരുന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നേ. അവിടെ നിന്റെ അത്ഭുതങ്ങൾ നടക്കാൻ പോവുക, അവിടെ നിന്റെ വീര്യപ്രവൃത്തി വെളിപ്പെടാൻ പോവുക, അവിടെ നിനക്കുള്ള മിറക്കിൾ സംഭവിക്കോ. ഓ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടാൻ പോവുക. ശ്രദ്ധിച്ചേക്കണം. ഒരു 5 മിനിറ്റ്സ് കൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. പൗലോസും ശീലാസും കൂടെ ഒരുമിച്ച് അങ്ങ് പാടി അങ്ങ് പ്രാർത്ഥിച്ചു. അർദ്ധരാത്രിയാണെന്ന് ബൈബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോസ്തലപ്രവൃത്തി 16 എടുക്കേണ്ട, വായിക്കണ്ട. അവർ പാടി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ, പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ എല്ലാവരുടെയും ചെങ്ങല അഴിഞ്ഞു. 2 പേരുടെ ചെങ്ങലയാണോ അഴിഞ്ഞത്? ഇല്ല, എല്ലാവരുടെയും ചെങ്ങല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ചുറ്റുവട്ടത്ത് കിടക്കുന്ന ചിലരുടെ കെട്ടും പൊട്ടും, അപ്പുറം ഇപ്പുറം കിടക്കുന്ന ചിലരുടെ കെട്ടുകൾ എന്തെങ്കിലും പൊട്ടിക്കും. പലർക്കും വിരോധമെന്ന് തോന്നിയേക്കാം, പക്ഷെ ചില ബന്ധനങ്ങൾ അഴിയും, ചില കോട്ടകൾ അവിടെ ഇടിയും. നിങ്ങൾക്ക് മാത്രമല്ല വിടുതല, നിങ്ങളുടെ ദേശത്തിന് വിടുതല. നിങ്ങൾക്ക് മാത്രമല്ല ഈ അത്ഭുതം, നിങ്ങളുടെ ദേശത്തിനും അത്ഭുതം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് മാത്രം അല്ല വിടുതല്. കർത്താവ് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന പലരുണ്ട്, അവരും വിടുവിക്കപ്പെടാൻ പോവുക. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഈ വിടുതൽ അങ്ങോട്ട് കഴിഞ്ഞ് ഈ പാട്ടും പ്രാർത്ഥനയും കൂടെ എല്ലാവരുടെയും ചെങ്ങൽ അഴിഞ്ഞു. അടുത്ത് സംഭവിച്ചത് പെട്ടെന്ന് ഒരു ഭൂകമ്പം ഉണ്ടായി. ഇതാരെയും കൊല്ലുന്ന ഭൂകമ്പം അല്ല, ശത്രുവിൻ്റെ അടിത്തറ ഇളക്കുന്ന ഭൂകമ്പമാണ്.
ആമേൻ. നമ്മളൊക്കെ ഭൂകമ്പമൊക്കെ വളരെ പേടിയാണ്, മൊത്തം മിക്കവാറും ഇടിഞ്ഞ് വീഴുന്നൊക്കെ പോകും. അങ്ങനല്ലെന്ന്. പിശാചിൻ്റെ അടിത്തറയിൽ അവൻ്റെ ബേസ്മെൻറ്റിനെ ചലിപ്പിക്കുന്നൊരു ഭൂകമ്പമാണ്. അത് നടന്നു കഴിഞ്ഞപ്പോൾ ബൈബിൾ പറഞ്ഞ വാതിലൊക്കെയും തുറന്നുപോയി. ശ്രദ്ധിച്ചേക്കണം, വാതിലൊക്കെയും. അവിടുത്തെ അധികാരികൾ പൂട്ടിയതാ, ഇവർ പ്രാർത്ഥിച്ചപ്പോൾ തുറന്നു. പാട്ടിനും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോ? ഉണ്ട്. അർദ്ധരാത്രിയിൽ ആരും തൊടാതെ കടകും ഓടാമ്പലും ഒക്കെ പൊളിഞ്ഞു പോയെങ്കിൽ ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയാ, നീ പ്രാർത്ഥിച്ചു പാടി സ്തുതിച്ചു തുടങ്ങിയ നിന്റെക്കുള്ള യുദ്ധം ദൈവം ഏറ്റെടുക്കാൻ പോകുക. ദൈവം യുദ്ധം ഏറ്റെടുത്താൽ നീ തോൽക്കുകയില്ല, അന്ന് തന്നെ നീ ജയാളിയായി മാറാൻ പോകുക. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഇന്ന് പരിശുദ്ധാത്മാവ് ഞാൻ ചോദിക്കുക, യുദ്ധം യഹോവയ്ക്കുള്ളത്, യുദ്ധം യഹോവയ്ക്കുള്ളത്. നീ പാടിയാൽ പ്രാർത്ഥിച്ചാൽ യുദ്ധം ദൈവം ചെയ്യാം. വായിച്ച വാക്യത്തിൽ നിന്ന് ഒരു കാര്യം കൂടി ഞാൻ പറയാം. 22 നമ്മൾ വായിച്ചത്, അവർ പാടി സ്തുതിച്ചപ്പോൾ, അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന സകല സൈന്യത്തിനും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അർത്ഥം എന്നാ? എപ്പം നിങ്ങൾ പാടുവോ യുദ്ധം ചെയ്യേണ്ടിയവരെ ഞാൻ അവിടെ കൊണ്ടുവരും. ദൈവത്തിൻ്റെ യുദ്ധതന്ത്രം ഈ ലോകത്തിലെ ഒരു നയതന്ത്രജ്ഞന്മാരുടെയും മനസ്സിനകത്തില്ല. ഒരു സൈന്യ മേധാവിയുടെയും ബുദ്ധിക്കകത്ത് തെളിഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ യുദ്ധതന്ത്രങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ഇവർക്കെതിരെ പാളയം അടിച്ചിരിക്കുന്ന 3 ശക്തികൾക്ക് വിരോധമായി ഇവർ പോലും അറിയാത്തൊരു ശക്തിയെ ദൈവം അവരുടെ പാളയത്തിനകത്തേക്ക് ഇറക്കി. ബൈബിൾ പറയുന്നു, അവർ യുദ്ധം ചെയ്തപ്പോൾ ഒരു ഭാഗം തോറ്റുപോയി. ആമേൻ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ പതിയിരിപ്പുകാരങ്ങ് മാറി. ബൈബിൾ പറയുന്നു, ഇവർ 3 ശക്തി ഉണ്ടല്ലോ, അതിൽ ഒരു ശക്തിയെ ആദ്യം തോൽപ്പിച്ചു. പിന്നെയുള്ള 2 ശക്തികൾ പരസ്പരം വെട്ടി. ഇതെല്ലാം പ്രാർത്ഥിച്ച യഹൂദന്മാർ അവരവരുടെ വീടുകളിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, യുദ്ധം യഹോവയ്ക്കുള്ളതാണെങ്കിൽ നിനക്ക് വിരോധമായി നിൽക്കുന്നതിനെ എങ്ങനെ തള്ളിയിടണമെന്ന് നീ തീരുമാനിക്കണ്ട, നീ ചിന്തിക്കണ്ട. നീ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ചിലത് ദൈവം ഏറ്റെടുക്കാൻ പോകുക, ചിലത് ദൈവം ചെയ്യാൻ പോകുക. അതാ സ്വർഗം പറഞ്ഞ്, നിങ്ങളുടെ ജോലി യുദ്ധമല്ല, നിങ്ങളുടെ ജോലി പാടുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക. യുദ്ധം ഞാൻ ചെയ്യും. ഹല്ലേലൂയ. യുദ്ധം ഞാൻ ചെയ്യും. പ്രൈസ് ഗോഡ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ നമുക്ക്? ഇന്ന് പകലിൽ ആ ദൈവ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ചില കുടുംബങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവം തയ്യാറാണ്. ഓൺലൈനിൽ നിന്ന് കാണുന്നവരോട് സ്വർഗം പറയുന്നു, ചില കുടുംബങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവം തയ്യാറാണ്. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ, ജയമില്ലാതെ നീ ഭാരപ്പെടുമ്പോൾ ആത്മാവ് ശക്തമായി നിങ്ങളോട് പറയുന്നു, യുദ്ധം ചെയ്യാൻ ദൈവം തയ്യാറാ. നീ പാടാനും പ്രാർത്ഥിക്കാനും റെഡിയാണെങ്കിൽ ഇതുവരെ ചിന്തിക്കാത്ത നിലയിൽ നീ വിജയം കൈവരിക്കാൻ പോകുക. ഇതുവരെ കാണാത്ത ചില ജയങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക. കുടുംബങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ദൂത് കൈമാറുന്നു. നിനക്ക് വേണ്ടി യഹോവ യുദ്ധം ചെയ്യാൻ. ലമന ശാന്തന റിഗൽ കമന വൈഡൽ പ്രൗഢമനഘടക രക്ഷസിയാന്തന റീവാല ഹസ്തന റിഗൽ കമനഘടകസെ അരിക്കോതൊക്കെ ദൈവാത്മാവ് ഇന്ന് പകൽ ശക്തമായി പ്രവചനാത്മാവിൽ സംസാരിക്കുന്നു. നീ യുദ്ധം ചെയ്ത് തോറ്റ ദിവസങ്ങൾ ദൈവം കാണുന്നു. നീ യുദ്ധം ചെയ്ത് തോറ്റുപോയ സന്ദർഭങ്ങൾ ദൈവം കാണുന്നു. പക്ഷെ ഇന്ന് ദൈവം പറയുന്നു, നീ പാടാനും പ്രാർത്ഥിക്കാനും സ്തുതിക്കാനും തയ്യാറാണെങ്കിൽ യഹോവ നിന്റെ യുദ്ധം ഏറ്റെടുക്കാൻ പോകുകയാ. ദൈവം നിന്റെ യുദ്ധം ഏറ്റെടുക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവം നിന്റെ യുദ്ധം ഏറ്റെടുക്കാൻ പോവുകയാണ്. രോഗങ്ങളോട് പടവെട്ടിയത് മതി. നീ ആരാധിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങ. ദൈവം ചിലത് ഏറ്റെടുക്കട്ടെ. ശാപങ്ങളോട്
പടവെട്ടിയത് മതി. ദൈവം ചിലത് ഏറ്റെടുക്കാൻ പോവുകയാണ്. ആത്മസാന്നിധ്യം ചില കുടുംബങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുക. ചില യുദ്ധങ്ങളെ ദൈവം ഏറ്റെടുക്കാൻ ശക്തമായ ദൈവാത്മാവാലോചന പറയുന്നു. നീ എപ്പോ പ്രാർത്ഥിച്ചു തുടങ്ങുമോ, നീ എപ്പോ ആരാധിച്ചു തുടങ്ങുമോ, ചില യുദ്ധങ്ങളെ ദൈവം ഏറ്റെടുക്കാൻ. ഓ ഹോ ഹോ ലബ്ര ശതന റിവ ലകമന ഷാരാധേരി റിവൽ കമനഗഡഗസി വൈഡ പ്രൗഢി ബിരിഗഡഗസി അടഗ ക്ഷമനഗഡഗ അത്യുന റഗൽ കമനഗഡഗസി. യേശുവേ, ചില യുദ്ധങ്ങൾ ദൈവം ഏറ്റെടുക്കേണ്ട സമയം. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഒരു 5-10 മിനിറ്റ് കൂടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇന്ന് നീ ജയിക്കണം, ഇന്ന് നീ ജയിക്കണം. പിശാചല്ല ജയിക്കാനുള്ളത്, നീ ജയിക്കാൻ പോവാ. പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെല്ലാം അധരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് വേണ്ടി നീ യുദ്ധം ചെയ്യണം, എനിക്ക് വേണ്ടി നീ യുദ്ധം ചെയ്യണം. ഉണ്ടോ? പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ 5-10 മിനിറ്റിനിടയ്ക്ക് ചില യുദ്ധങ്ങൾ ദൈവം ഏറ്റെടുക്കാൻ പോവുക. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നീയല്ല തോൽക്കാൻ പോകുന്നത്. ഇതുവരെ തോറ്റ നീ ഇന്ന് ജയിക്കാൻ പോവുകയാണ്. നിന്റെ ഭയം മാറാൻ പോവുക, നിന്റെ ഭ്രമം മാറാൻ പോവുക. നിന്നെ അടക്കി ഭരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും അനാവശ്യമായ ഭയങ്ങൾ മാറാൻ പോവുകയാണ്. പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അധരങ്ങൾ തുറന്ന് യേശുവേ, എനിക്ക് വേണ്ടി ഇടപെടണമെന്ന് പറ. ചില മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ശാപങ്ങളൊക്കെ ഞങ്ങളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുമ്പോൾ, യേശുവേ, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ. ഓ, പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ. ഇന്ന് പകലിൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോ നിന്റെ കുടുംബനാഥനോട് മൽപ്പിടുത്തം പിടിക്കുന്ന ചില പൈശാചിക ആധിപത്യങ്ങളോട് സ്വർഗം യുദ്ധം ചെയ്യാൻ പോവുകയാണ്. നിന്റെ തലമുറകളോട് അവൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പൈശാചിക ആധിപത്യങ്ങളോട് നിന്റെ നാവ് തുറന്നിട്ട് കാര്യമില്ല. സ്വർഗം അതിനോട് ഏറ്റെടുക്കാൻ പോവുകയാ. ദൈവം ഏറ്റെടുക്കാൻ. ഓ ഓ തൊടുക ദൈവാത്മാവ് നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാ. നിന്റെ കുടുംബത്തിന്റെ വിഷയങ്ങള് ദൈവം ഏറ്റെടുക്കുന്ന ഒരു സമയമായത്. ഉടാരമ ശാന്തന റീബൽ കമനഘടക വൈഡം ജനാധരാമനഘടക അടക ക്ഷമനഘടകസി